ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഒരു മലയോര ഗ്രാമപ്രദേശം. ആ ഗ്രാമത്തില് രാത്രി ആയിട്ടുണ്ടെങ്കിൽ രാത്രി ആവണ്ട, സന്ധ്യാനേരം ആയാൽ തന്നെ കുട്ടികൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. കുട്ടികളെ മാത്രം വേട്ടയാടുന്ന എന്തോ ഒന്ന് ആ ഗ്രാമത്തിലുണ്ടായിരുന്നു. ആ നാട്ടിലെ പല ആളുകളും സംശയിക്കുന്നത് ആ നാട്ടിലെ തന്നെ കാടിനരികിലുള്ള ഒരു പഴയ കല്ലറയാണ്. എന്തായിരിക്കും ആ ഒരു കല്ലറയുടെ പിന്നിലുണ്ടായിരുന്ന രഹസ്യം? എന്തായാലും ഒരു കിടിലൻ ഹൊറർ മൂവി തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ കഥയുടെ അവസാനം ഒരു അടിപൊളി ട്വിസ്റ്റ് കൂടെയുണ്ട്. എങ്ങനെയായിരിക്കും ആ ഒരു ട്വിസ്റ്റ് എന്നുള്ളതൊന്നും ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നില്ല. എന്തായാലും അവസാനം നമ്മുടെ അടുത്തേക്ക് ഈ കഥയിലേക്ക് ഒരു അതിഥി വരുന്നുണ്ട്. ഒരു ഗംഭീര അതിഥി തന്നെയാണ്. സോ ആ അതിഥിക്ക് വേണ്ടിയിട്ട് കഥയുടെ അവസാനം വരെ നിങ്ങൾ കാത്തിരിക്കുക. അവസാനം നമുക്ക് അയാളെ കാണാൻ പറ്റും കേട്ടോ. അപ്പൊ പോവുകയല്ലേ കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒരു കാട് കാണിക്കുകയാണ്. ഒരു മലയോര പ്രദേശമാണ്. ആ കാടിനരികിൽ വെച്ച് 3 പിള്ളേര് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും. നമ്മുടെ നാട്ടിൽ ഈ കുട്ടിയും കൂലും എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ള ഒരു കളിയാണ്. എന്തായാലും സന്ധ്യാനേരം ആയ സമയത്ത് ആ ഒരു പെൺകുട്ടി പറയാണ്, നമുക്ക് പോകാം, എനിക്ക് പേടിയാവുന്നു, ഭൂതവും പ്രേതമുള്ള സ്ഥലമാണിത്. ഇത് കേട്ടപ്പോ ആ 2 പയ്യന്മാരുണ്ടല്ലോ, അവര് ചിരിക്കാണ്. ഭൂതം പ്രേതം ഒന്ന് പൊയ്ക്കായിരുന്നു നിന്റെ ഓരോ തമാശകളെ, നിനക്ക് പേടിയാണെങ്കിൽ നീ പൊയ്ക്കോ എന്ന് ആ 2 ആൺകുട്ടികൾ പറയാണ്. എന്തായാലും ഞാൻ പോവാ, എനിക്ക് പേടിയാന്ന് പറഞ്ഞിട്ട് പെൺകുട്ടി പോകുന്നുണ്ട്. ഇതേ സമയത്ത് 2 പിള്ളേരും കൂടെ അവിടുന്ന് കുട്ടിയും കോലും കളിക്കാണല്ലോ. അതിൽ ആ ഒരു കോല് കാടിന്റെ ഉള്ളിലേക്ക് ഇറുക്കി അടിച്ചപ്പോൾ തെറിച്ചു പോയി വീഴുന്നുണ്ട്. അവിടെ തന്നെ ഒരു കുഴിമാടം ഉണ്ടായിരുന്നു. ആ കുഴിമാടത്തിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിനിടയിലേക്ക് ഈ കോല് വന്ന് വീഴാണ്. ഇതേ സമയത്ത് ആ ഒരു പെൺകുട്ടി കാട്ടിലെ ആ ഒരു വഴിയിലൂടെ ഒറ്റയ്ക്കാണല്ലോ പോകുന്നത്. സന്ധ്യാനേരാണ്. അതുപോലെ തന്നെ അവൾക്ക് ഇപ്പൊ ഒരു തോന്നല്, അവളുടെ ചുറ്റും ആരോ നടക്കുന്നുണ്ട്. ആരോ എന്തോ ഒരു പാട്ട് പാടുന്നത് പോലെയൊക്കെ. ഭയം കാരണം അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. ഇപ്പൊ എന്തെന്നറിയില്ല, അവളുടെ കാല് പിടിച്ച് എന്തോ ഒന്ന് അവള് വലിച്ചു കൊണ്ടുപോവാണ്. ഇതേ സമയത്ത് തന്നെ കുട്ടിയും കോലും കളിക്കുന്ന ആ ഒരു ചെറുക്കന്മാരിൽ ഒരാള് അത് അടിച്ച് തെറിപ്പിച്ചല്ലോ. അപ്പൊ അതെടുക്കാനായിട്ട് അവൻ ആ ഒരു ശവക്കുഴിയുടെ അടുത്തേക്ക് പോയില്ലേ, ആ ഒരു ഹോളിൽ വീണപ്പോ അതെടുക്കാനായിട്ട് കൈ അതിന്റെ ഉള്ളിലേക്ക് ഏന്തി വലിഞ്ഞ സമയത്ത് അവന്റെ വിരലിൽ എന്തോ ഒന്ന് കയറി പിടിക്കുകയാണ്. മാത്രമല്ല ആ പിടുത്തം പിന്നീട് വിടുന്നില്ല. അവസാനം അവന്റെ ആ ഒരു വിരല് തന്നെ മുറിച്ചെടുത്ത് കൊണ്ടുപോകണം. വേദന കൊണ്ട് ആ ഒരു പയ്യൻ ഭയങ്കരമായിട്ട് നിലവിളിക്കാൻ കേട്ടോ. ഈ ഒരു സംഭവം കഴിഞ്ഞു. ഇപ്പോ 30 വർഷം കഴിഞ്ഞിട്ടുണ്ട്. സ്കൂളിലേക്ക് പോകുന്ന 2 പിള്ളേരെ കാണിക്കുകയാണ്. ആദി അതുപോലെ തന്നെ ഹൻസി. 2 പേരും വൈകിട്ടുണ്ട്. അതുകൊണ്ട് വേഗം ഓടി പോകാൻ കേട്ടോ. പോകുന്ന വഴിയിൽ ആ ആദി ഒരാളുടെ ദേഹത്ത് തട്ടുന്നുണ്ട്. കണ്ടാലൊരു പ്രേതത്തിനെ പോലെയൊക്കെ തോന്നുമെങ്കിലും ആളൊരു തലക്കിലേശ സുഖമില്ലാത്ത ഒരാളാണ്. അപ്പൊ അയാളുടെ ആ ഒരു നോട്ടെല്ലാം കണ്ടപ്പോൾ ആദിയും ഹൻസിയും നന്നായിട്ടൊന്ന് പേടിച്ചു പോകുന്നുണ്ട്. എന്തായാലും അവിടുന്ന് എഴുന്നേറ്റ് അവർ നേരെ സ്കൂളിലേക്ക് ഓടുകയാണ്. നോക്കുമ്പോൾ ടീച്ചർ നല്ല കാലി തുള്ളി നിൽക്കുകയാണ്. പിള്ളേരെ, നിങ്ങൾ 2 പേരും 1 or 2 ദിവസമാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ എല്ലാ ദിവസവും നിങ്ങൾ ഇങ്ങനെ വഴുകി വരികയാണ്. എന്തായാലും ഇതിനുള്ള പണിഷ്മെന്റ് ഞാൻ തന്നിരിക്കും. തൽക്കാലം ഇപ്പൊ ക്ലാസ് പോയിരിക്കുന്ന പറയണം. ക്ലാസ് പോയിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ടീച്ചർ വന്ന് 2 പേരെയും വിളിച്ചിട്ട് എംപോസിഷൻ എഴുതിപ്പിക്കുകയാണ്. ഇനി ഒരിക്കലും വൈകി വരില്ല എന്ന് പറഞ്ഞിട്ട് 2 പേരും ബോർഡിന്റെ 2 ഭാഗത്തിരുന്ന് അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് ആയിഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി വരികയാണ്. അവൾ നല്ല സ്മാർട്ടാണ്, ക്ലാസ്സിൽ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. ഇപ്പൊ തന്നെ എന്തോ ഒരു വർക്ക് കൊടുത്തിട്ട് അത് നന്നായിട്ട് ചെയ്ത് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ടീച്ചർക്ക് അവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു പേന കൊടുക്കുന്നുണ്ട്. അവൾക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പൊ അത് മേടിച്ച് തിരിച്ചു പോകുന്ന സമയത്ത് ഹൻസി ആയിഷ നോക്കുകയാണ്. എന്നിട്ട് എന്റെ ഉപ്പ നിന്നെ വിളിക്കുന്നുണ്ടായിരുന്നു, അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയണം. എന്തായാലും ക്ലാസ് എല്ലാം കഴിഞ്ഞപ്പോൾ നേരെ ആയിഷയുടെ ഉപ്പയുടെ കടയിലേക്ക് പോവാണ്. നോക്കുമ്പോൾ എന്താ വെച്ചാല് നമ്മുടെ ഹൻസിക്ക് ഒരു ചേട്ടനുണ്ട്. ഈ മലയിലൊക്കെ പോയിട്ട് നല്ല മലയിലെ തേനെല്ലാം എടുത്തു കൊണ്ടുവരും. അപ്പൊ അത് കുപ്പിയിലാക്കി വെക്കും. സ്കൂളിൽ പോകുമ്പോൾ അതെപ്പോഴും അവനോട് കൊടുക്കാൻ പറയും. എന്നാൽ മിക്ക ദിവസവും അവൻ മറക്കും. അപ്പോൾ ഈ ആയിഷയുടെ ഉപ്പ ചോദിക്കണം, അല്ല ആ തേനെവിടെ? ഇതേ സമയത്ത് തന്നെ ഹൻസി പറയാണ്, ഇന്ന് നേരെ വൈകിയതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല, ഇന്ന് എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ആക്കുക, നാളെ എന്തായാലും കൊണ്ടുവരും, ഉറപ്പായിട്ടും മറക്കില്ല എന്ന് പറയാണ്. എന്തായാലും തിരിച്ചു പോകുന്ന വഴിയിൽ ഇപ്പൊ നമ്മുടെ ആദ്യം ചോദിക്കണം, അല്ല ഹൻസി, നീ ഒരു തേന് കൊടുത്തിട്ടില്ല എന്ന് നിന്റെ ചേട്ടൻ അറിഞ്ഞാല് പ്രാന്തനാ നിന്റെ ചേട്ടൻ. ആ ഒരു കടക്കാരനുണ്ടല്ലോ, അയാൾക്ക് വരെ പറഞ്ഞാൽ മനസ്സിലാവും, എന്നാൽ നിന്റെ ചേട്ടന് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോ ഇപ്പൊ ഹൻസി പറയണം, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. എന്തായാലും ഇവരിപ്പോ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ആ ഒരു വഴി എന്ന് പറഞ്ഞാൽ കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് നടന്ന ആ ഒരു സ്ഥലത്തിലൂടെയാണ്. അവിടെ തന്നെയാണ് ആ ഒരു ശവക്കല്ലറി ഉള്ളത്. അവിടെ എത്തിയ സമയത്ത് ആദ്യം പറയാണ്, എടാ ഇതല്ലേ 30 വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു സംഭവം നടന്ന സ്ഥലം, എനിക്ക് പേടിയാവുന്നു, നമ്മൾ ഇന്ന് ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. ഇതും പറഞ്ഞ് ഇപ്പൊ ആദ്യം ഹൻസിയെ നോക്കുമ്പോൾ അവൻ അവിടെ കാണാനില്ല. ആകെ വിറച്ചു പോകുന്നുണ്ട്. ഇതേ സമയത്തിന് അവന്റെ പിന്നിലേക്കായിട്ട് ഒരു രൂപം അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അതിപ്പോ അവനെ പിടിക്കുമെന്ന് കരുതി നിൽക്കുമ്പോൾ ഹൻസി വന്നിട്ട് ആദ്യം ഒറ്റ ഞെട്ടിക്കലാണ്. അതായത് ഹൻസി ഒളിച്ചിരിക്കായിരുന്നു ആദ്യം ഒന്ന് പേടിപ്പിക്കാനായിട്ട്. എന്തായാലും ഇവിടെ വെച്ച് നമ്മൾ വിചാരിച്ച കാര്യമൊന്നും നടന്നില്ല. ഇതേ സമയത്തിന് നമ്മൾ നേരത്തെ കണ്ട ആയിഷ എന്ന് പറഞ്ഞ പെൺകുട്ടി ഉണ്ടല്ലോ, അവൾ അവളുടെ മാമക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നേരെ കാട്ടിലേക്ക് പോവാണ്. അവിടെ എന്തോ ജോലി ചെയ്യുന്ന ആളെ തോന്നുന്നു, ഒരു പഴയ വീട്. അപ്പൊ ഫുഡ് കൊടുക്കാൻ പോയപ്പോ ആളെ ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിള്ളേര് ഇന്ന് രാവിലെ തട്ടിയില്ലേ, ഒരു ഭ്രാന്തനെ പോലെ തോന്നിക്കുന്ന ആള്, അയാളാണ്. ശരിക്കും ഈ മാമ ആയിഷയെ നോക്കിയിട്ട് പറയാണ്, നീ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു പോയിക്കോ, പിന്നെ സന്ധ്യാസമയത്ത് ഇതിലൂടെ ഒന്നും ഇറങ്ങി നടക്കരുതെന്ന് പറയണം. അവന്മാര് പുറത്തേക്ക് ഇറങ്ങുന്ന സമയമാണ്, ഏത് ലവന്മാര്. എന്തായാലും മാമ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആയിഷയ്ക്ക് ഭയങ്കര പേടിയാവാണ്. അവൾ വേഗം തന്നെ ഫുഡ് അവിടെ വെച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ സന്ധ്യ നേരെ ആയിട്ടുണ്ട് കേട്ടോ. ഇരുട്ടിയ സമയത്ത് പള്ളിയിൽ കാണിക്കുകയാണ്. അവിടെ ഒരുപാട് കുട്ടികൾക്കായിട്ട് അവിടുത്തെ ആ ഒരു ടീച്ചർ ഉസ്താദ് ക്ലാസ്സുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉസ്താദ് പ്രത്യേകിച്ചും ഒരു കാര്യം ഈ ഒരു പിള്ളേരോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കണമെങ്കിലോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കണമെങ്കിലോ നിങ്ങൾ വെളിച്ചം പോകുന്നതിന് മുന്നേ പള്ളിയിൽ വന്നു പോവുക. ഇനി വെളിച്ചം പോയി കഴിഞ്ഞാൽ നിങ്ങൾ
നിങ്ങൾ പരമാവധി വരാതിരിക്കാൻ ശ്രമിക്കുക. കാരണം രാത്രിയിൽ അവറ്റകൾ ഇറങ്ങി നടക്കുന്ന സമയമാണ്. പിന്നെ നമ്മുടെ നാടിനെ കുറിച്ച് അറിയാലോ, പല വിപത്തുകളും നടന്ന നാടാണ്. അപ്പൊ പിള്ളേർക്കൊക്കെ ഒരു വാണിംഗ് ഈ ഒരു ടീച്ചർ കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ സന്ധ്യാനേരത്ത് പിള്ളേർ പ്രത്യേകിച്ചും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. ഇവിടെ സീൻ കേട്ടോ, ഈ അടുത്ത സീനിൽ നമ്മുടെ ഹൻസിയുടെ വീട്ടിൽ കാണിക്കുകയാണ്. അവന് അച്ഛനും അമ്മയൊന്നുമില്ല, ആകെയുള്ളത് ആ ഒരു ചേട്ടനും അതുപോലെ തന്നെ തീരെ വയ്യാത്ത ഒരു മുത്തശ്ശിയാണ്. അവന്റെ മുത്തശ്ശിയാണെങ്കിൽ കയ്യോ കാലൊന്നും വല്ലാതെ അനക്കാനൊന്നും കഴിയില്ല, കിടന്ന കിടപ്പിൽ തന്നെയാണ്. അപ്പൊ ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവൻ തന്നെ കൊടുക്കും. ഈ സമയത്താണ് അവന്റെ വീടിന്റെ ആ ഒരു വാതിൽ തനിയെ തുറന്നു വരുന്നതായിട്ട് അവൻ കാണുന്നത്. ആദ്യം ഒന്ന് അവൻ പേടിച്ചു പോയി. പിന്നെ നോക്കുമ്പോൾ അവൻ ചേട്ടൻ വന്നതായിരുന്നു ജോലിയെല്ലാം കഴിഞ്ഞിട്ട്. വന്ന വാർഡ് തന്നെ തേനും കാര്യങ്ങളും നീ കൊണ്ടേ കൊടുത്തു എന്ന് ചോദിച്ചപ്പോ ഇപ്പോ ഹൻസി പരിങ്ങി കളിക്കാനാട്ടോ. ഇല്ല എന്ന് മനസ്സിലായ ചേട്ടൻ ശരിക്കും ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു അരപ്പിരാന്തനാണ്. ഈ ഹൻസിയെ ചുമരിനോട് ചേർത്ത് 4 പെട കൊടുക്കണം കേട്ടോ. നിന്നോട് എന്താടാ പറഞ്ഞാ മനസ്സിലാവില്ലേ, മലയുടെ മുകളിൽ പോയിട്ട് അത് കഷ്ടപ്പെട്ട് കൊണ്ടുവരാൻ ഞാൻ, എന്നാൽ അതൊന്ന് കടയിലേക്ക് കൊണ്ടേ കൊടുക്കാൻ പറഞ്ഞാൽ നിനക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഇന്ന് രാത്രി ഞാൻ മറ്റൊരു സ്ഥലത്ത് ജോലിക്ക് പോവാണ്. തിരിച്ചു വരുമ്പോ ഏതെങ്കിലും ഒരു ബോട്ടിൽ ഇവിടെ കണ്ടാല് അപ്പം ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് ഈ ജോലിക്ക് രാത്രി തന്നെ പോവാണ് അവന്റെ ആ ഒരു ചേട്ടൻ കേട്ടോ. ശരിക്കും ചേട്ടൻ ഭയങ്കര ഭ്രാന്തനാ തോന്നുന്നു, ഭയങ്കര ദേഷ്യമുള്ള ആളാണ്. എന്തായാലും ചേട്ടൻ പോയി കഴിഞ്ഞപ്പോ ഹൻസിക്ക് അവന്റെ പിന്നിലായിട്ട് ആരോ നിൽക്കുന്നത് പോലെ ഹൻസിക്കും ഫീൽ ആവുകയാണ്. ആ ഫീൽ ആയ ഉടനെ തന്നെ അവൻ ബേക്കിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്, എന്നാൽ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സ്വാഭാവികമായിട്ടും ഹൻസി എഴുന്നേൽക്കുക നല്ലോണം വൈകിട്ട് തന്നെയാണ്. ഇന്നും വൈകിട്ട് തന്നെയാണ് എണീച്ചത്. കുറച്ച് നേരത്തെ എണീച്ചാൽ ആ ഒരു തേന് മര്യാദക്ക് കൊണ്ടുപോയിട്ട് ആയിഷയുടെ ഉപ്പ അതായത് അബ്ബാസിന്റെ കടയിൽ കൊടുക്കാൻ പറ്റും. എന്നാൽ ഇന്നും വൈകി എണീച്ചത് കൊണ്ട് തന്നെ ആ തേനിന്റെ കുപ്പിയുമായിട്ട് ആദ്യയുടെ കൂടെ ഓടുകയാണ് സ്കൂളിലേക്ക്. അപ്പൊ ആ ഒരു തേന് കൊടുത്തിട്ട് പോവാന്ന് ആദ്യം പറഞ്ഞപ്പോ ഇപ്പോ ഹൻസി പറയണ വേണ്ട വേണ്ട, ഇന്നലെ തന്നെ എംപോസിഷൻ എഴുതിയത് നിനക്ക് ഓർമ്മയില്ലേ, നമുക്ക് ആദ്യം ഈ ഒരു തേനുമായിട്ട് സ്കൂളിലേക്ക് പോവാം. കുറച്ച് നേരത്തെ എത്തുകയാണെങ്കിൽ ടീച്ചറുടെ ഭാഗത്തുനിന്ന് ഒരു നല്ല പേര് കിട്ടുമല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് ടീച്ചറോട് ചോദിച്ചിട്ട് ഈ തേന് അവളുടെ ഉപ്പാക്ക് കൊണ്ടേ കൊടുത്താൽ പോരെ. അങ്ങനെ ഒരുപാട് വൈകാതെ അവർ സ്കൂളിലേക്ക് എത്തുന്നുണ്ട്. എന്നാലും ഒരു ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ടീച്ചർക്ക് ഇന്നലത്തെ അത്ര ദേഷ്യമില്ല. എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ ഈ സാധനം ഒന്ന് കൊടുക്കാൻ പുറത്തു പോകട്ടെ എന്ന് ചോദിച്ചപ്പോ ടീച്ചറിന്റെ സ്വഭാവം മാറുകയാണ്. എന്താണോ നമ്മുടെ ഹൻസി വിചാരിച്ചത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് നടന്നത്. ടീച്ചർ പറയാണ്, നീ എങ്ങാനും സ്കൂൾ വിട്ട് പുറത്തേക്ക് പോയിട്ടില്ല ഉറപ്പായിട്ട് നിന്റെ ടീസി ഞാൻ മേടിച്ച് കയ്യിൽ തരും. നിനക്ക് ഒരിക്കലും ഈ ഒരു സ്കൂളിന്റെ പടി ചവിട്ടാൻ പറ്റില്ല, അതുകൊണ്ട് ആലോചിച്ചിട്ട് ചെയ്താൽ മതി എന്ന് പറയാണ്. ആകെ ഹൻസി കുടുങ്ങിയ അവസ്ഥയിലാണ്. ആദ്യപ്പോ എടാ നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോ ഹൻസി പറയാണ്, ഇനിയിപ്പോ എന്തൊക്കെയായാലും എത്ര വൈകിയാലും ശരി ഇന്ന് ആ ഒരു തേന് കൊടുത്തിട്ടേ നമ്മൾ വീട്ടിലേക്ക് പോകുന്നുള്ളൂ എന്ന് പറയാണ്. ഇതേ സമയത്തിന് ആയിഷയുടെ ആ ഒരു മാമയുണ്ടല്ലോ, ഭ്രാന്തനെ പോലെ തോന്നിയ ആള്, ഇയാൾ കാട്ടിലൂടെ കുറച്ച് വിറകും ചില്ലിയൊക്കെ പെറുക്കിക്കൊണ്ട് അങ്ങനെ നടക്കുന്ന സമയത്ത് എന്തോ ഒരു സാധനം ഇയാളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് ഇയാൾക്ക് മനസ്സിലായി. ഇയാൾ ഇതിനെ കാണുകയും ചെയ്തു. ഭയം കൊണ്ട് ഇയാൾ ആ ഒരു വിറകെല്ലാം താഴേക്ക് ഇട്ട് ഓടുകയാണ്. ഇപ്പൊ ഒരു മലയുടെ തുഞ്ചത്തേക്ക് എത്തി നിൽക്കുന്നുണ്ട്. ഇനി മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ഇയാൾ നോക്കുമ്പോൾ ആ രൂപം അയാളുടെ പിന്നിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ വൈകുന്നേരം ആയിട്ടുണ്ട്. ഇപ്പോ ഈ ഹൻസിയുടെ കയ്യിലുള്ള ആ ഒരു തേനും കാര്യങ്ങളൊക്കെ ആയിഷയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണമല്ലോ. അപ്പൊ ഇത് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് ഇവർ പോകുമ്പോ ഈ ബസ്സോ കാര്യങ്ങളൊന്നും എന്താ പറയാ കറക്റ്റ് റൂട്ടായിട്ടൊന്നും ഉണ്ടാവില്ല. ഇതൊരു മലയോര പ്രദേശമല്ലേ, ആകെ ഇടക്കിടക്ക് ചരക്കുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ജീപ്പോ വാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ഇപ്പൊ അതുപോലെ ഒരു വാൻ ഇവർ കാണാണ്. രണ്ടുപേരും അതിൽ കയറുകയാണ്. അതായത് ആയിഷയുടെ ഉപ്പ അതായത് അബ്ബാസിന്റെ കടയിലേക്ക് ആ ഒരു തേൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ പോവുകയാണ്. ലിഫ്റ്റ് ചോദിച്ചപ്പോൾ അവർ കൊടുക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ പോകുന്ന സമയത്ത് ആദ്യം ഇങ്ങനെ പറയുന്നത് ഈ ടീച്ചറിനെ കൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടാണല്ലേ. ഹൻസി ഇപ്പൊ പറയണ ആടാ ആ ടീച്ചറെ കൊണ്ട് ഭയങ്കര ശല്യാണ്. അവരെങ്ങനെയെങ്കിലും ഒന്ന് ഇല്ലാതായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊരു സുഖാലേ. നേരം വൈകി വരാ, വേണമെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ക്ലാസ് ലീവാക്കാ, ഇറങ്ങി പോവാ, നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാം. ടീച്ചറിന്റെ ആ ഒരു തൊല്ല തന്നെ ഉണ്ടാവില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇവര് മുന്നോട്ടേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഈ വണ്ടിയുടെ ടയർ പഞ്ചറാവുകയാണ് കേട്ടോ. ഇവർക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. അടുത്ത സീനിൽ ആ ടീച്ചറെ കാണിക്കുകയാണ്. ടീച്ചർ വീട്ടിൽ ഒറ്റയ്ക്കാണ് കേട്ടോ. എന്തൊക്കെയോ പേപ്പർ വർക്കുകൾ ചെയ്യാനുണ്ടായിരുന്നു. അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരും ഒരാൾ വാതിൽ തുറക്കുന്നതായിട്ട് ടീച്ചർക്ക് ഫീൽ ആവുകയാണ്. എന്നാൽ മെയിൻ ഡോറിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നുണ്ട്. പക്ഷെ ആരും ഉള്ളിലേക്ക് വന്നിട്ടില്ല. ടീച്ചർ ഇപ്പൊ ആ ഒരു വാതിൽ അടക്കുന്നുണ്ട്. കാറ്റത്ത് തുറന്നു പോയതായിരിക്കും എന്ന് കരുതിയിട്ടാണ്. പിന്നെയും ജോലി ചെയ്യാനായിട്ട് ആ ഒരു ടേബിളിൽ പോയിക്കുമ്പോൾ ഇതുപോലെ വീണ്ടും ആരും ഒരാൾ വന്നിട്ട് വാതിൽ തുറക്കാണ് കേട്ടോ. ഇത് റിപ്പീറ്റ് ആയിട്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കഥ കടക്കും ആരോ വന്ന് തുറക്കും. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ടീച്ചറിന് വല്ലാത്തൊരു പേടി വരാൻ തുടങ്ങി. ആരോ പിന്നിലുള്ളതായിട്ടൊക്കെ തോന്നുകയാണ്. അധികം വൈകാതെ ആ രൂപം അവളുടെ മുന്നിലേക്ക് വരികയാണ്. പേടിച്ച് നിലവിളിച്ച ടീച്ചർ ഉണ്ടല്ലോ പിന്നിലേക്ക് തെറിച്ച് വീഴുകയാണ്. ആ സമയത്ത് അവരുടെ ഉള്ളിലേക്ക് എന്തോ ഒന്ന് പയ്യെ 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 കയറി പോകുന്നുണ്ട്. പിന്നീട് അവിടെ എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല. ഇതേ സമയത്തിന് നമ്മുടെ പിള്ളേര് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വാനിയുടെ ടയറും കാര്യങ്ങളൊക്കെ മാറ്റി ഇവർ പോവാൻ നിൽക്കുമ്പോൾ കുറച്ച് നാട്ടുകാരുണ്ടല്ലോ ഒരു ഭാഗത്തേക്ക് ഭയങ്കര ടെൻഷനോട് കൂടിയിട്ട് എല്ലാവരും കൂടെ വിരളി പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണെന്ന് കാര്യം ആ ഒരു ഡ്രൈവർ ചോദിച്ചപ്പോൾ ഇവരുടെ സ്കൂളിലെ ആ ഒരു ടീച്ചർ ഉണ്ടല്ലോ അവർ പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ മരിച്ചുപോയി എന്ന് പറയാണ്. ഇത് കേട്ട സമയത്ത് നമ്മുടെ ആദ്യ ഹൻസി രണ്ടുപേരും ആകെ ഷോക്കായി പോകുന്നുണ്ട്. കുറച്ചു നേരം മുന്നേ വരെ ഇവര് തമാശക്ക് പറഞ്ഞാണ് ആ ടീച്ചർ ഇല്ലായിരുന്നെങ്കിൽ എന്തൊരു സുഖമായിരുന്നല്ലേ. എന്തായാലും നാട്ടുകാരുടെ കൂടെ നമ്മുടെ രണ്ട് പിള്ളേരും ആദ്യം ഹൻസിയും കൂടെ അങ്ങോട്ടേക്ക് പോയി നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ എന്താ ടീച്ചർ മരണപ്പെട്ട് എടുക്കുകയാണ്. ആ ആത്മാവ് വന്നിട്ട് ടീച്ചറെ കൊന്നിരിക്കുകയാണ്. എന്ന് ഇത് നോക്കാനായിട്ട് വന്ന നമ്മുടെ ഹൻസിയും ആദ്യം ആൾക്കാർ അത് നോക്കാൻ പറ്റുന്നില്ല. പിള്ളേര് ഇങ്ങനത്തെ കാഴ്ചയൊന്നും കാണാന്ന് പറഞ്ഞിട്ട് അവർ അവിടുന്ന് പറഞ്ഞയക്കാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ടീച്ചറിന്റെ ആ ഒരു ബോഡി ഉണ്ടല്ലോ അതിനെ കുളിപ്പിക്കുകയും ബാക്കിയുള്ള ആ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എല്ലാവർക്കും കാണാനായിട്ട് വെള്ള തുണിയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഹൻസിക്കാണെങ്കിൽ എന്തോ പോലെ ആവുന്നുണ്ട്. ഇന്നലെ ചുമ്മാ ഒന്ന് പറഞ്ഞാണ്, പക്ഷെ അത് കരിനാക്ക് പോലെ അത് ഫലിച്ചു പോയല്ലോ. അവൻ ആ ഒരു
ഒരു വിഷമമുണ്ട്. അതുപോലെ തന്നെ ടീച്ചറിന്റെ ആ ഒരു മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു വല്ലാത്ത ഘോരമായ രൂപത്തിലേക്ക് ആ ഒരു മുഖം മാറുകയാണ്. അവനാകെ പേടിച്ച് നിലവിളിക്കുകയാണ്. എന്നാൽ അടുത്തുള്ള ആരും ഇത് കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. അവരിപ്പോ നമ്മുടെ ഹൻസിയെ സമാധാനിപ്പിക്കുകയാണ്. അവൻ കണ്ട കാര്യം ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കുകയാണ്. ഒരു കുഴപ്പമില്ല. പിന്നെ ഹൻസിക്ക് മനസ്സിലായി അത് അവന്റെ ഒരു തോന്നലാണ്, പേടി കൊണ്ട് തോന്നിപ്പോയതാണ്. അങ്ങനെ ടീച്ചറിന്റെ ആ ഒരു ബോഡി മയ്യത്ത് ഇതെല്ലാവരും കണ്ടതിന് ശേഷം ഒരു ആംബുലൻസിൽ ആ ഒരു ബോഡി കയറ്റി ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഒരു ഹൻസി ചുമ്മാ അതിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ആ ഒരു ബോഡി കാണുന്നില്ല. ഇതിന്റെ ഉള്ളിൽ ആ ഒരു ബോഡി കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരോടും പറയാൻ വേണ്ടി നിൽക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും ഹൻസിയെ വല്ലാത്തൊരു രീതിയിൽ നോക്കുകയാണ് കേട്ടോ. അവനാകെ പേടിച്ചുപോയി. പിന്നീട് ആ ഒരു വാനിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അവൻ കാണുന്നില്ല എന്ന് പറഞ്ഞ ടീച്ചറുടെ ആ ഒരു ഡെഡ് ബോഡി അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നു. വല്ലാത്തൊരു മുഖവുമായിട്ട് അവൻ പേടിച്ച് കിറങ്ങിപ്പോയി. ഈ സമയത്ത് അവൻ സ്വപ്നത്തിൽ നിന്നും ചാടി എഴുന്നേൽക്കുകയാണ്. അവൻ കണ്ട കാര്യങ്ങളൊക്കെ വെറൊരു സ്വപ്നമായിരുന്നു. അതായത് ടീച്ചർ മരിച്ചതും ടീച്ചറിന്റെ ആ ഒരു ഘോരമായ രൂപം കണ്ടതൊക്കെ ഓക്കെ. അതിനുശേഷം ആംബുലൻസിൽ കയറ്റിക്കൊണ്ടുപോകുന്ന ആൾക്കാരെ അവനെ നോക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവന്റെ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു സ്വപ്നമായിരുന്നു. എന്തായാലും പിന്നീട് അങ്ങോട്ടേക്ക് ഭയങ്കര ഒരു മൂകതയായിരുന്നു കേട്ടോ അവന്. അപ്പൊ ആദ്യം വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താണ് ആ ഒരു സംഭവത്തിൽ നിന്ന് വിടാത്തത്? അതെന്താ നീ മറക്കാത്തത്? നീ എന്തായാലും ഒരു കാര്യം അറിഞ്ഞോ, പുതിയൊരു ടീച്ചർ വരുന്നുണ്ട്. നമ്മുടെ പഴയ ടീച്ചറിനെക്കാളും അടിപൊളി ലുക്കാന്ന് പറയുന്നത്. എന്തായാലും ടീച്ചർ വരട്ടെ, എന്നിട്ട് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഇവിടുന്ന് പോവാണ്. ഇപ്പൊ ഹൻസിയും അതുപോലെ തന്നെ അവന്റെ മുത്തശ്ശിയും മാത്രമേ ഇപ്പൊ നിലവിൽ ആ ഒരു വീട്ടിലുള്ളൂ. എന്തായാലും രാത്രിയായപ്പോ ഓരോ ജോലികൾ അവനങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനലിന്റെ അരികിലായിട്ട് ആരും നിൽക്കുന്നത് പോലെ തോന്നിയിട്ട് അവൻ ഓടി അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. എന്നാൽ അതേ ഭാഗത്തേക്ക് നോക്കിയിട്ട് അവന്റെ വയ്യാത്ത മുത്തശ്ശി വല്ലാതെ ഭയന്നിരിക്കുകയാണ്. എന്താ മുത്തശ്ശി, എന്തെങ്കിലും കണ്ട് ഭയന്നു എന്ന് ചോദിച്ചിട്ട് അവരോട് ചോദിക്കുമ്പോൾ കട്ടിലിനടിയിലേക്ക് നോക്കാൻ വേണ്ടി പറയാണ്. അവനിപ്പോ കട്ടിലിന്റെ അടിയിലേക്ക് നോക്കി പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. എന്നാൽ അതേ നേരം തന്നെ ഒരു വല്ലാത്ത രൂപം എയറിലൂടെ വന്നിട്ട് അവൻ അരികിലേക്ക് വരികയാണ്. ഇതിനെ നേരിട്ട് കണ്ടപ്പോ പറയണ്ടല്ലോ, പേടിച്ച് പിറകിലേക്ക് വീഴാണ്. എന്നാൽ പിന്നീട് നോക്കുമ്പോൾ അങ്ങനെ ഒരു സാധനത്തിനെ കാണാനില്ല. തോന്നലായിരിക്കും എന്ന് കരുതിയിട്ട് ഒന്ന് മുഖം കഴുകാനായിട്ട് അവൻ നേരെ ആ ഒരു പാത്രവും കാര്യങ്ങളൊക്കെ വെച്ചെടുത്തേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കുടത്തിന്റെ ഉള്ളിൽ നിന്നും ഒരു തല അങ്ങനെ പൊന്തി വരികയാണ്. ഇത് കണ്ട സമയത്ത് വീണ്ടും നമ്മുടെ ഈ ഒരു ഹൻസി ഉണ്ടല്ലോ പിറകിലേക്ക് തെറിച്ച് വീഴുന്നുണ്ട്. എന്നാൽ അന്ന് ആ ഒരു ടീച്ചറെ കൊന്ന ആത്മാവുണ്ടല്ലോ, ആത്മാവാണോ ഷെയ്ത്താനാണോ ജിന്നാണോ എന്നൊന്നും അറിയില്ല, എന്തോ ഒരു ശക്തി അന്ന് ടീച്ചറെ കൊന്നില്ലേ, അതുപോലെയുള്ള ആ ഒരു ശക്തി ഇപ്പോൾ ഹൻസിയുടെ ഉള്ളിലേക്കും കയറി പോവാണ്. അങ്ങനെ ആ രാത്രി കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ആയിഷയുടെ ഉപ്പയായിട്ടുള്ള അബ്ബ ഇവരെ രണ്ടുപേരെയും കാണിക്കുന്നുണ്ട്. അബ്ബയും ആയിഷയും കൂടെ ഇപ്പൊ എങ്ങോട്ടോ പോകാൻ നിൽക്കുകയാണ്. അപ്പൊ ആയിഷ ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാ അബ്ബായി പോകുന്നത്? അപ്പോൾ അവരുടെ സ്കൂളിലേക്ക് പുതിയൊരു ടീച്ചർ വരികയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രധാനിയായിട്ടുള്ള എല്ലാ ആൾക്കാരും കൂടിയിട്ട് അവരെ കൂട്ടാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകുന്ന പറഞ്ഞപ്പോൾ ഇപ്പൊ ആയിഷ ചാടി ഇറങ്ങാണ് കേട്ടോ. എന്തായാലും രാത്രി ആയപ്പോൾ ടീച്ചർ അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഒരു മെലിഞ്ഞ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉള്ള ഒരു ടീച്ചറായിരുന്നു. എന്തായാലും ടീച്ചറെ കണ്ട സമയത്ത് തന്നെ അബ്ബ പോയി പരിചയപ്പെടുകയാണ്. ഇതെന്റെ മകളാണ്, അവിടെയാ പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടിലുള്ള എല്ലാ ആൾക്കാരും പിന്നീട് ടീച്ചർ അങ്ങനെ പരിചയപ്പെടുകയാണ് കേട്ടോ. ടീച്ചറെ ഹെൽപ്പ് ചെയ്യാനായിട്ടും വഴി കാണിക്കാനായിട്ടും ഒരു കാലം ഇപ്പൊ ടീച്ചറുടെ കൂടെ പോവാണ്. ടീച്ചർക്കായിട്ടുള്ള ആ ഒരു താമസ സ്ഥലവും കാര്യങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. സ്കൂളിലേക്ക് പഠിപ്പിക്കാനായിട്ട് പുതിയ ടീച്ചർ വന്നിട്ടുണ്ട്. അപ്പൊ ഈ പുതിയ ടീച്ചറായിട്ടുള്ള നാൻസി ഉണ്ടല്ലോ എല്ലാ കുട്ടികളോടും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചെറുക്കൻ ആദ്യമാണെങ്കിൽ ഇന്ന് നല്ലോണം വൈകിട്ടാണ് ക്ലാസ്സിലേക്ക് എത്തുന്നത്. എന്നാൽ അവന്റെ കൂടെ ഹൻസി ഉണ്ടായിരുന്നില്ല. എന്ന് ഈ ആദ്യം പേടിച്ച് നിൽക്കുമ്പോൾ അവന്റെ അടുത്തേക്ക് വന്ന ടീച്ചർ ഉണ്ടല്ലോ, നാൻസി പറയാണ്, പേടിയൊന്നും വേണ്ട, ഞാൻ ചീത്തയൊന്നും പറയില്ല, നീ വന്ന് ഇവിടെ ഇരിക്കുന്നു പറയാണ്. അതുപോലെ തന്നെ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ടീച്ചർ എന്താ നിങ്ങളെ പഠിപ്പിച്ചത് അവസാനമായിട്ട് അതൊക്കെ ചോദിച്ചപ്പോൾ പിള്ളേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ഇവർക്ക് പഠിക്കാനായിട്ട് ഒരു ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുക്കുമ്പോൾ ആയിഷ നല്ലോണം പഠിക്കുമല്ലോ. അപ്പൊ അവൾ വേഗം തന്നെ അത് ക്ലിയർ ചെയ്തിട്ട് ടീച്ചറെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ടീച്ചർ പറയണ, നീ ഇത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, എന്നാലും കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക, ബാക്കിയുള്ള എല്ലാവരും ഒന്ന് ചെയ്ത് കഴിയട്ടെ, അപ്പോഴേക്കും നീ ചെയ്തൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഇങ്ങനെ ടീച്ചർ പറഞ്ഞപ്പോൾ അവളുടെ മുഖം ചെറുതായിട്ടൊന്ന് മാറുകയാണ്. അടുത്ത സീനിൽ ഹൻസിയുടെ ചേട്ടൻ പുറത്തെവിടെ ജോലിക്ക് പോകാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരു ജോലിയെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. നേരെ പോകുന്നത് ആ അബ്ബയുടെ കടയിലേക്കാണ്. അപ്പോൾ അനിയൻ തേൻ തന്നില്ലേ, അതിന്റെ ഒരു പൈസ തരുമെന്ന് ചോദിച്ചപ്പോൾ ഇപ്പൊ അബ്ബ ചിരിച്ചോണ്ട് പറയണേ, ഏത് തേന്, ഒരു തേനും ഇവിടെ തന്നിട്ടില്ല, പിന്നെ എങ്ങനെ ഞാൻ കാശ് തരിക? ഇത് കേട്ടപ്പോ ഹൻസിയുടെ ചേട്ടനായിട്ട് ഒരു ദേഷ്യം വന്നിട്ട് ആ ദേഷ്യത്തിൽ അതുപോലെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. മാത്രമല്ല ഹൻസിയെ നല്ല രീതിയിൽ തന്നെ ഇട്ട് വീക്കാണ്. എന്താടാ എത്ര പറഞ്ഞിട്ടും നിനക്ക് മനസ്സിലാവാത്തത്? ഒന്ന് നേരത്തെ എഴുന്നേറ്റ് മര്യാദക്കൊന്ന് പണിയെടുത്താൽ നിനക്ക് എന്താടാ സംഭവിക്കാൻ പോകുന്നത് എന്നും പറഞ്ഞ് നല്ല ദേഷ്യത്തിൽ തന്നെ ഹൻസിയെ അവന്റെ ചേട്ടൻ തല്ലുന്നുണ്ട്. ഇതിനിടയിൽ ഹൻസി ഉണ്ടല്ലോ ചേട്ടൻ നോക്കിയിട്ട് പറയാണ്, നീ ചാവാൻ പോവാണെന്ന്. ഇത് കേട്ടപ്പോ അവന്റെ ചേട്ടൻ ചെറുതായിട്ടൊന്ന് ഞെട്ടിപ്പോവാണ്. എന്താ നീ പറഞ്ഞ ചാവാൻ പോവാന്നോ? ആര്, ഞാനോ? നിന്റെ ഭ്രാന്ത് ഞാനിന്ന് മാറ്റി തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഹൻസിയുടെ അടുത്തേക്ക് അവനെ വീണ്ടും അടിക്കാനായിട്ട് അവന്റെ ചേട്ടൻ പോയപ്പോ അവന്റെ പിന്നിൽ ദാണ്ടി നിൽക്കുന്നു ആരോ ഒരാള്, ഒരു വല്ലാത്ത മുഖം. ഇത് കണ്ട് പേടിച്ച് പിറകിലേക്ക് വീണ അവന്റെ ചേട്ടനെ നോക്കിയിട്ട് ഹൻസി ഒരു ചിരി ചിരിക്കുന്നുണ്ട്. അതിൽ തന്നെ അവന്റെ ചേട്ടന്റെ കിളി അങ്ങോട്ട് പാറി. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു ഷാർപ്പായിട്ടുള്ള കത്തിയെടുക്കാണ്. അവന്റെ ചേട്ടന്റെ അരികിലേക്ക് പോകുന്നുണ്ട്. പിന്നെ പറയണ്ട, ചേട്ടന്റെ ശരീരം മുഴുവനായിട്ടും അവൻ കുത്തി കീറി എടുക്കുകയാണ്. ചേട്ടനെ കൊന്നു കളഞ്ഞു. എന്നിട്ട് ഇതിനു ശേഷം ഹൻസി നേരെ പുറത്തേക്ക് പോകണം. അവിടെ കോഴിക്കൂട്ടിൽ കുറെ കോഴികളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ വല്ലാതെ രൂക്ഷമായിട്ട് തന്നെ അവൻ നോക്കി നിൽക്കുന്നുണ്ട്. ഇവിടെ സീൻ കെട്ട ആ രാത്രിയിൽ തന്നെ കാടിനുള്ളിലുള്ള നമ്മുടെ ആയിഷയുടെ ആ ഒരു മാമനുണ്ടല്ലോ അയാളെ കാണിക്കുകയാണ്. അയാൾ എന്തൊക്കെയോ ചെയ്ത എന്തോ ഒരു ഉറുക്കും നൂലും ഇപ്പോ ഹൻസിയുടെ വീടിന്റെ ഒരു ഭാഗത്ത് കൊണ്ടുവന്നിട്ട് തൂക്കിയിടുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇപ്പൊ അബ്ബയും അതുപോലെ തന്നെ ആയിഷയും കാണിക്കുകയാണ്. രാവിലെ തന്നെ ഇവര് വന്നിട്ട് അവർ കട തുറക്കുന്നുണ്ട്. കട തുറക്കാൻ നോക്കുമ്പോൾ ഷട്ടറിന്റെ അടുത്തായിട്ട് ആര് നിൽക്കുകയാണ്? നമ്മുടെ ഹൻസി നിൽക്കുകയാണ്. അതും മുഖം പൊത്തിക്കൊണ്ട്. എന്തോ വല്ലാത്തൊരു ഭാവത്തിലായിരുന്നു അവന്റെ ആ ഒരു നിൽപ്പ് കേട്ടോ. എന്താ നീ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഹൻസി
ഹൻസി അവന്റെ കയ്യിലുണ്ടായിരുന്ന സഞ്ചി ഇപ്പോ അബ്ബയുടെ നേരെ നീട്ടാണ്. ഇതാ ഒരു തേനാന്ന് പറയണം. ഇത് കണ്ടിട്ട് തേനായിട്ട് തോന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു കവർ ഇപ്പൊ തുറന്നു നോക്കുമ്പോൾ അത് തേനില്ലായിരുന്നു, രക്തമായിരുന്നു. പേടി കാരണം അത് നിലത്തേക്ക് വീണ് പൊട്ടിപ്പോയി. ഇതേ സമയത്തിന് വല്ലാത്ത വെറി പിടിച്ചതുപോലെ ഹൻസി ഇവിടുന്ന് ഇറങ്ങി ഓടുകയാണ്. ഇവിടെ സീൻ കേട്ട ഈ അടുത്ത സീനിൽ കാണിക്കുന്നത് ഇവരുടെ നാട്ടിലെ തന്നെ പ്രധാനിയായിട്ടില്ല, വേണമെങ്കിൽ ഇവരുടെയൊക്കെ ലീഡർ എന്ന് പറയാം, അതുപോലെയുള്ള ഒരാളുടെ വീട്ടിലാണ്. അയാളുടെ വീട്ടില് ഒരുപാട് കോഴികളുടെ തലയെല്ലാം മുറിച്ചിട്ട് അവിടെ തൂക്കി വെച്ച കാഴ്ച ഇയാൾ കാണുകയാണ്. ഇയാളാകെ പേടിച്ചു പോയി. അതുപോലെ തന്നെ നമ്മുടെ പെണ്ണുണ്ടല്ലോ ആയിഷ, അവള് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് സ്കൂളിന്റെ ആ ഭാഗത്തുള്ള തോട്ടത്തില് വല്ലാത്തൊരു കാര്യം അവൾ കാണുന്നുണ്ട്. അതായത് ഇവരുടെ മുന്നത്തെ ടീച്ചർ ഉണ്ടല്ലോ, ആ ടീച്ചറിന്റെ ഭയങ്കര വികൃതമായിട്ടുള്ള ഒരു രൂപം. ആദ്യം ഒന്ന് ഭയന്നെങ്കിലും അതൊരു തോന്നലായിരിക്കും എന്ന് കരുതിയിട്ട് അവള് നേരെ ക്ലാസ് റൂമിലേക്ക് ചെല്ലുകയാണ്. അവിടെ എത്തി പഠിത്തത്തിലേക്ക് അങ്ങനെ ശ്രദ്ധിക്കുന്ന സമയത്ത് അവളുടെ പേന താഴേക്ക് വീണു പോകുന്നുണ്ട്. അത് എടുക്കാനായിട്ട് അവൾ കുഴിഞ്ഞപ്പോ ദാണ്ട് ബേക്കിൽ നിന്നും അവളുടെ അടുത്തേക്ക് ആരോ നടന്നു വരുന്നത് പോലെ അവൾക്ക് ഫീൽ ആവുകയാണ്. ഒന്ന് നോക്കിയ സമയത്ത് അത് അവളുടെ ടീച്ചറുടെ അതേ രൂപമുള്ള ആ ഒരു കാര്യം തന്നെയായിരുന്നു. വല്ലാതെ പേടിച്ചു പോയി. അവള് ചാടി എഴുന്നേറ്റ് നിന്നപ്പോൾ അവളുടെ തൊട്ടിപ്പുറത്തായിരുന്നുകൊണ്ട് ഐഷാന്നിട്ട് വിളിക്കുകയാണ്. അവള് പേടിച്ച് വെറുശാകെ നിലവിളിച്ചു പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ അവിടെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. അവൾക്ക് തോന്നിയതാണ്, അല്ലെങ്കിൽ തോന്നിച്ചതായിരിക്കും ആരെങ്കിലും ഒരാൾ. എന്തായാലും ക്ലാസ് കഴിഞ്ഞപ്പോൾ വേഗം തന്നെ ആയിഷ വീട്ടിലേക്ക് പോകണം. എന്നാൽ വീട്ടിൽ ആ സമയത്ത് പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ രാവിലെ നമ്മുടെ ഹൻസി വന്നിട്ട് ചോരക്കുപ്പിയല്ല ഇവിടെ വെച്ചിട്ടിട്ട് പോയില്ലേ, അപ്പൊ അതെന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് പോലീസുകാർ വന്നത്. അവര് വന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് കോഴിയുടെ ആടിന്റെ രക്തമൊന്നുമല്ല, ഇത് മനുഷ്യന്റെ രക്താന്ന് പറയാണ്. എന്തായാലും അവന്റെ വീട്ടിലേക്ക് നമുക്ക് വേഗം പോയി നോക്കാന്ന് പറഞ്ഞിട്ട് ഇവർ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമ്പോൾ അവരുടെ പിന്നാലെ തന്നെ നമ്മുടെ ആദ്യം അതുപോലെ തന്നെ ഐഷയും പോകുന്നുണ്ട്. അങ്ങനെ ഹൻസിയുടെ വീട്ടിലേക്ക് പോലീസുകാരെത്താണ്. ഇവരെല്ലാവരും കൂടി അതിന്റെ ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ ഒരു കാഴ്ച കണ്ട് വല്ലാതെ ഞെട്ടിത്തരിച്ചു പോകുന്നുണ്ട്. അതായത് ഈ ഒരു ഹൻസിയുടെ ചേട്ടൻ വളരെ ക്രൂരമായിട്ട് മരണപ്പെട്ട് കിടക്കുകയാണ്. ഈ ഒരു കാര്യം കേട്ട സമയത്ത് ഭയം കാരണം നമ്മുടെ ആദി അതുപോലെ തന്നെ ഐഷ രണ്ടുപേരും അവിടുന്ന് തിരിഞ്ഞു ഓടുകയാണ് കേട്ടോ. ഒരു ചെറിയ പുഴയുടെ കരയിലേക്ക് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നിൽക്കാൻ കാരണം ആദ്യം ഇപ്പൊ അവിടെ നമ്മുടെ ഹൻസിയെ കണ്ടിട്ടുണ്ട്. ഈ മീനെല്ലാം പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ കൊട്ടയുണ്ട്, അതുപോലത്തെ ഒരു കൊട്ടയും അവന്റെ കയ്യിലുണ്ട് കേട്ടോ. ഇപ്പൊ പെട്ടെന്ന് തന്നെ ആദ്യം അങ്ങോട്ടേക്ക് വന്നിട്ട് ഹൻസി നീ എന്താ ചെയ്യുന്നത്, നീ എന്തൊക്കെയാ കാണിച്ചു പോട്ടെ, നിന്റെ ചേട്ടൻ മരിച്ചു കിടക്കുന്നുണ്ട്, ആ കാര്യം നീ അറിഞ്ഞായിരുന്നോ? എന്തായാലും ഇത് കേട്ടപ്പോ ഹൻസി ആദ്യം ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. അവന്റെ രൂപത്തിലും ഭാവത്തിലും കണ്ണിനും എന്തൊക്കെയോ വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കിയ ആദി ആകെ പേടിച്ചു പോകണം. അതുപോലെ തന്നെ ഇപ്പൊ ഹൻസിയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ജിന്നോ ശൈത്താന ആത്മാവ് എന്താണെന്ന് അറിയില്ല, അത് അവന്റെ ഉള്ളിൽ നിന്ന് പോവാണ്. അവനിപ്പോ നോർമൽ ആവുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവനെ കൊണ്ടുപോയിട്ട് ഒരു റൂമിൽ പൂട്ടിയിടുന്നുണ്ട്. ആ റൂമിന്റെ പുറത്തിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യം ഹൻസി അങ്ങനെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാട്ടിൽ ഒരുവിധ ആൾക്കാർ അവിടെ ഉണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ പുതുതായിട്ട് വന്ന ടീച്ചർ ഉണ്ടല്ലോ നാൻസി വന്നിട്ട് ചോദിക്കാണ് എന്താ പറ്റിയത്, അവൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? അതായത് ഹൻസി ഇതുപോലെ പൂട്ടിയിട്ട കാര്യം ഇപ്പോൾ നാൻസി പുതിയ ടീച്ചർ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും അവൻ പറഞ്ഞോ ചോദിക്കുമ്പോൾ നാട്ടുകാർ പറയാണ് എന്ത് പറയാൻ ടീച്ചറെ, ഒന്നും പറയാതെ മിണ്ടാതെ അങ്ങനെ ഇരിക്കുകയാണ്, ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ടീച്ചറായിട്ട് ചെന്ന് അവനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അത് തന്നെ അവസ്ഥ, ഒന്നും മിണ്ടുന്നില്ല. എന്തോ വല്ലാത്തൊരു ഈണത്തില് അവൻ വല്ലാത്തൊരു പാട്ട് അങ്ങനെ മൂളിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാട്ടിലിരുന്നുകൊണ്ട്, അതായത് ഈ ആൾക്കാരെല്ലാം കൂടി നിൽക്കുന്ന ഭാഗത്തല്ലാതെ ഒരു കാട്ടിലിരുന്ന് മറഞ്ഞുകൊണ്ട് ഒരാൾ നോക്കുന്നുണ്ട്. നമ്മുടെ ഐഷയുടെ ആ ഒരു മാമനുണ്ടല്ലോ, ഭ്രാന്തനെ പോലെ തോന്നിക്കുന്ന അയാൾ തന്നെ. ഇതേ സമയത്തിന് ആ ഒരു മുറിയുടെ ഉള്ളിൽ കാണിക്കുകയാണ്. അതിന്റെ ഉള്ളിൽ ഇപ്പോൾ ഹൻസി ഒറ്റയ്ക്കാണല്ലോ. പെട്ടെന്ന് അവന്റെ മുന്നിലേക്ക് മരിച്ചുപോയി ടീച്ചറുടെ ആ ഒരു ആത്മാവ്, അവന്റെ ചേട്ടന്റെ ആത്മാവ് രണ്ടും കൂടെ വന്നിട്ട് അവനെ പേടിപ്പിക്കുകയാണ്. അവനങ്ങ് വിറച്ചുപോയി. അവന്റെ കണ്ണും കൈയും എല്ലാത്തിനും ആകെ മാറ്റം വരികയാണ്. ഒരു വെള്ള നിറത്തിലേക്ക് ആവുന്നുണ്ട്. ശബ്ദമെല്ലാം കേട്ട് എല്ലാവരും ഉള്ളിലേക്ക് വന്നു നോക്കുമ്പോൾ ശരിക്കും എല്ലാവരും ഷോക്കായി പോയി. അതായത് ഹൻസി, ആ ചെറിയ പയ്യൻ അവിടെ തൂങ്ങി ആടുകയാണ്. അവനായിട്ട് തൂങ്ങി മരിച്ചതാണോ അല്ലെങ്കിൽ ആരെങ്കിലും കെട്ടി തൂക്കിയതാണോ ഒന്നും അറിയില്ല. നാട്ടുകാർ മുഴുവനായിട്ടും ഷോക്കായി പോവാണ്. 2 ദിവസം കൊണ്ട് ശരിക്കും ആ നാടിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച 2 കൊലപാതകം, 2 സംഭവങ്ങളാണ് നടന്നത്. എന്തായാലും ഹൻസിയുടെ ആ ഒരു കബറടക്കവും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. എല്ലാവർക്കും ഈ ഒരു കാര്യമൊക്കെ റിയലൈസ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും പറ്റും. എന്നാൽ ഹൻസിയുടെ കൂടെ ചെറുപ്പം മുതലേ കളിച്ചു വളർന്ന ആദിക്ക് മാത്രം ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അവന്റെ ഉള്ളിൽ നിന്ന് ആ ഒരു വിഷമം മാറുന്നില്ല. ഇപ്പൊ സ്കൂളിലേക്ക് പോകുന്നുണ്ട്, എല്ലാ കുട്ടികളും ആക്റ്റീവാണ്. അവൻ മാത്രം ഒരു മൂലയ്ക്ക് പോയിട്ട് ഒറ്റയ്ക്ക് അങ്ങനെ ഇരിക്കും, ആരോടും സംസാരിക്കില്ല. ഈ ഒരു കാര്യം പുതിയ ടീച്ചർ നാൻസി കാണുന്നുണ്ട്. നാൻസി വന്നിട്ട് ഇപ്പോൾ നമ്മുടെ ആദ്യയോട് കാര്യങ്ങളൊക്കെ പറയണം, മോനെ എനിക്കറിയാം നിന്റെ വിഷമവും കാര്യങ്ങളൊക്കെ, പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മുടെ ഹൻസി ദൈവത്തിന്റെ അടുത്തേക്ക് പോയില്ലേ, അവൻ അവിടെ നല്ല സുഖമായിരിക്കും, അവൻ എന്തായാലും തിരിച്ചു വരാൻ പോകുന്നില്ല, അവന്റെ ജീവിതം ഇങ്ങനെയൊക്കെയായി എന്ന് കരുതിയിട്ട് മോന്റെ ജീവിതം അതുപോലെ നശിപ്പിച്ചു കളയണോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. എക്സാം ഒക്കെ വരാൻ വേണ്ടി പോവാണ്, പഠിത്തത്തിലൊക്കെ ആദ്യം നല്ല മോശമാണ്, അതുകൊണ്ട് വൈകുന്നേരം ഞാൻ എക്സ്ട്രാ ക്ലാസ്സും കാര്യങ്ങളൊക്കെ മോനിക്ക് എടുത്തു തരാം കേട്ടോ. ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ വൈകുന്നേരം ആയപ്പോൾ എല്ലാ പിള്ളേരും പോയി. ഇപ്പൊ സ്കൂളിൽ അവനും അതുപോലെ തന്നെ ടീച്ചറും മാത്രം ഒറ്റയ്ക്കുള്ളൂ. അവന് ചെയ്യാനായിട്ട് കുറെ വർക്കും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട്. അതുപോലെ ടീച്ചറിന് എന്തോ ഒരു ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അവരൊന്ന് പുറത്തേക്ക് പോകണം. ഇപ്പൊ ആ ഒരു സ്കൂളിൽ നമ്മുടെ ആദ്യം മാത്രമാണ് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നീ എന്താ ചെയ്യുന്നതെന്ന് ടീച്ചർ ചോദിച്ചപ്പോൾ ഒന്നുമില്ല ടീച്ചറെ, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവൻ നിസ്കരിക്കാനായിട്ട് നിൽക്കണം. എന്നാൽ നിസ്കരിക്കുന്ന സമയത്ത് അവന്റെ പിന്നിൽ നിന്നും ആരോ വിളിക്കുന്നതായിട്ട് തോന്നി. അവനാകെ പേടിച്ച് ഭയന്ന് എഴുന്നേൽക്കാണ്. നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചെയറും കാര്യങ്ങളൊക്കെ ആരാണെന്ന് അറിയില്ല, എയറിൽ അങ്ങനെ പൊന്തി ബോർഡുമ വന്ന് അടിക്കുകയാണ്. ഭയം കൊണ്ട് നമ്മുടെ ആദ്യം ഇപ്പൊ പുറത്തെ ആ ഒരു വരാന്തയിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെയായിട്ട് ആരും ഒരാൾ നിന്ന് അടിച്ചു വാരുന്നുണ്ട്. ആ രൂപത്തിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവന്റെ കൂട്ടുകാരൻ മരിച്ചുപോയ ഹൻസിയുടെ ആ രൂപമായിരുന്നു ആ രൂപത്തിന്. അതും ഒരു ചെകുത്താന്റെ, ഒരു ഷെയ്ത്താന്റെ, ഇബിലീസിന്റെയും ജിന്നിന്റെ ഒക്കെ രൂപത്തിൽ എന്ന് പറയാം. വികൃതമായ, കണ്ടാൽ പേടിയാവുന്ന വല്ലാത്തൊരു രൂപം.
അതിപ്പോ പതിയെ നമ്മുടെ ആദിയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ആദിയോട് അതിനെ സഹായിക്കുക എന്ന് പറയുമ്പോഴേക്കും ആദിയുടെ ആ ഒരു കണ്ണും അതുപോലെ തന്നെ അവന്റെ ആറ്റിറ്റ്യൂഡും എല്ലാം പതിയെ മാറുകയാണ്. അതായത് അവന്റെ ഉള്ളിലേക്കും എന്തോ ഒന്ന് കയറി പോയിട്ടുണ്ട് കേട്ടോ. കുറച്ചു നേരം കഴിഞ്ഞു. ഇപ്പൊ ആദി അവന്റെ വീട്ടിലാണ്. എങ്ങനെയാണോ നമ്മുടെ ഹൻസി നിന്നിരുന്നത് അതുപോലെ തന്നെ ഒരു ചുമരിനോട് തല വെച്ചുകൊണ്ട് അവൻ അങ്ങനെ നിൽക്കുകയാണ്. എന്താ മോനെ ആദി, എന്താ നിനക്ക് പറ്റിയെന്ന് പറഞ്ഞിട്ട് ആദിയുടെ അച്ഛൻ ഇപ്പോ അവന്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ആ അച്ഛന്റെ കാര്യത്തിൽ ഇപ്പൊ ഒരു തീരുമാനം ആവുമെന്ന്. എന്നാ അവനൊന്നും ചെയ്തില്ല കേട്ടോ. അവൻ നോർമലായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, ചിലപ്പോ ആ ഒരു ദുരാത്മാവിന് വേറെ വല്ല ഉദ്ദേശം ഉണ്ടാവും. എന്തായാലും ഇതെല്ലാം പറഞ്ഞ് ആദിയോട് സംസാരിച്ച് ആദിയുടെ അച്ഛൻ പുറത്തേക്ക് വന്നപ്പോൾ ആ ഒരു പ്രാന്തനെ പോലെ തോന്നിയ ആളില്ലേ, അയാളുണ്ട് ആദിയുടെ വീടിന്റെ പുറത്തിരുന്ന് എന്തോ പരിയും കളിക്കുന്നു. അപ്പൊ ആദിയുടെ അച്ഛൻ ചോദിക്കണേ എന്താ വേണ്ടത്? ഇപ്പൊ ഇവന് ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് വേഗം അവിടെ നിന്ന് പോവാണ്. എന്നാൽ ഒരു കാര്യം അവൻ ഓൾറെഡി ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഹൻസിയുടെ വീടിന്റെ മുന്നിൽ ഒരു ഉറുക്കുന്നൂലും കെട്ടിവെച്ചില്ലേ, അതുപോലെ എന്തോ ഒന്ന് ആദിയുടെ ഈ ഒരു വീടിന്റെ അടുത്തും അവൻ കെട്ടിവെച്ചിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായി എല്ലാ കുട്ടികളും ക്ലാസ്സിൽ പോയിട്ടുണ്ട്. സ്കൂളെല്ലാം കഴിഞ്ഞ് വൈകുന്നേരമായിട്ട് എല്ലാവരും തിരിച്ചു പോകുമ്പോൾ ഒരാൾ മാത്രം ആ ഒരു ബെഞ്ചിൽ അങ്ങനെ ഇരിക്കുകയാണ് ആദി. അവൻ എങ്ങോട്ട് പോകുന്നില്ല, ആരോടും സംസാരിക്കുന്നില്ല. അപ്പൊ ഈ ഒരു കാര്യം കണ്ടിട്ട് നമ്മുടെ ആയിഷ ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയത്, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, പോകുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്നാ പിന്നെ എന്തെങ്കിലും കാട്ടട്ടെ എന്ന് കരുതിയിട്ട് ആയിഷ ഇപ്പോൾ പുറത്തേക്ക് പോവാണ്. പുറത്തേക്ക് പോയി വരാന്തയിലൂടെ നടക്കുമ്പോൾ അവളുടെ കയ്യിൽ നിന്നും അവളുടെ ടീച്ചർ അവൾക്ക് ഗിഫ്റ്റ് കൊടുത്ത ആ ഒരു പേന താഴേക്ക് വീണു പോവാണ്. എന്നാൽ ആ ഒരു പേന എടുക്കാനായിട്ട് അവൾക്ക് പറ്റുന്നില്ല. ഒരു പേടി, ഇനി എങ്ങാനും അന്തത്തതുപോലെ ടീച്ചർ വരികയാണെങ്കിലോ. എന്നാൽ രണ്ടും കൽപ്പിച്ച് അവൾ ആ ഒരു പേന എടുക്കാൻ തന്നെ തീരുമാനിച്ചു. ആ പേന എടുക്കാൻ പോയപ്പോ ദാണ്ടേ വരുന്നു ഇതുപോലൊരു സാധനം. അവളെ നോക്കിയിട്ട് അവളെ പേര് വിളിക്കുകയാണ്. അവളുടെ പേരല്ല ആദി എന്നാ പറയുന്നത്. പെട്ടെന്ന് തന്നെ അതിനെ കാണാതെ അവൻ ചെയ്തു കേട്ടോ. അങ്ങനെയാണെങ്കിൽ ആദിക്ക് എന്തോ ഒരു അപകടം അത് വരാനിരിക്കുന്നുണ്ടെന്ന് മനസ്സിലായ ഐഷ വേഗം തന്നെ ഉള്ളിലേക്ക് പോയി നോക്കിയപ്പോൾ ഉള്ളിൽ ആദി ഉണ്ടായിരുന്നില്ല. അവൻ ഓൾറെഡി പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വേഗം തന്നെ ആദിയെ തേടിക്കൊണ്ട് ആയിഷ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അവളുടെ മുന്നിലേക്ക് പെട്ടെന്ന് ആ ഒരു പ്രാന്തം വന്ന് നിൽക്കുകയാണ്. അവൾ വേഗം തന്നെ അവിടുന്ന് പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആദിയാണെങ്കിൽ അവന്റെ വീട്ടിലേക്ക് പോവാതെ മറ്റെന്തോ ഒരു കാര്യം ചെയ്യായിരുന്നു കേട്ടോ. അതായത് ഈ സന്ധ്യാനേരത്ത് വീടിന്റെ പുറത്തിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ പയ്യൻ, ഒരു 6-7 വയസ്സ് പ്രായം ഉണ്ടാവും. അപ്പൊ ആ പയ്യന്റെ വീടിന്റെ അടുത്തായിട്ട് ചെറിയൊരു കുറ്റിക്കാട് ഉണ്ടായിരുന്നു. ആ കാടിനുള്ളിൽ നിന്നുകൊണ്ട് ആദി വല്ലാത്തൊരു കോലത്തിൽ ആ ഒരു പയ്യനെ നോക്കിയിട്ട് കൈകൊണ്ട് വാ എന്റെ കൂടെ വന്നിട്ട് കളിക്കാന്ന് പറഞ്ഞിട്ട് ആദി വിളിച്ചപ്പോ ആ പയ്യൻ പോവാണ്. കുറച്ചു കഴിഞ്ഞ് ആ പയ്യന്റെ അമ്മ വന്നിട്ട് അവനെ നോക്കുന്ന സമയത്ത് അവനെ കാണാനില്ല. ആകെ കൂടി പ്രശ്നവും കാര്യങ്ങളൊക്കെ ആവുകയാണ്. അങ്ങനെ നാട്ടുകാരെല്ലാവരും കൂടെ അന്ന് രാത്രി തന്നെ ആ ഒരു കുട്ടിയെ തേടി ഇറങ്ങുന്നുണ്ട് കേട്ടോ. എന്നാൽ കാണാതായ ആ ഒരു കുട്ടിയെ ഇവർക്ക് കണ്ടുകിട്ടിയില്ല. അതിന്റെ അമ്മയാണെങ്കിൽ ഭയങ്കര കരച്ചിലും വിളിയും എല്ലാം ഒരുപാട് ശ്രമിച്ച് പരിശോധിച്ചെങ്കിലും കിട്ടിയില്ല. അവൻ എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇപ്പൊ സ്കൂളിൽ കാണിക്കുകയാണ്. കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ടീച്ചറായിട്ടുള്ള നാൻസി വന്നിട്ടുണ്ട്. അപ്പൊ ടീച്ചർ പഠിപ്പിക്കുന്നതിന് മുന്നേ കുട്ടികളോട് ഒരു കാര്യം പറയാണ്, മക്കളെ സ്കൂൾ കഴിഞ്ഞാൽ വേഗം തന്നെ വീട്ടിലേക്ക് പോകണം. ഒരു രീതിയിൽ നിങ്ങൾ രാത്രി ആവുന്ന ഒരു സമയത്തൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, കളിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്കറിയാലോ രണ്ടുപേരെയാണ് ഈ ഇടയായിട്ട് കാണാതായത്. അപ്പൊ നമ്മളായിട്ട് നമ്മൾ സൂക്ഷിക്കുക, അപകടങ്ങൾ വിളിച്ചു വരുത്താതിരിക്കുക. ഇപ്പൊ ടീച്ചർ നാൻസി ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരുടേതായ ആ ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ഐഷ ഉണ്ടല്ലോ ടീച്ചറിന് വല്ലാത്തൊരു രീതിയിൽ അങ്ങനെ നോക്കുകയാണ് കേട്ടോ. എന്തായാലും ക്ലാസ് എല്ലാം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ടീച്ചറുടെ അടുത്തേക്ക് പോയിട്ട് ഐഷ ടീച്ചറെ ഇത് കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ഏലസ് കൊടുക്കുന്നുണ്ട്. അത് പിടിച്ച പാടിനെ ടീച്ചർ താഴെട്ടിട്ട് പറയണത് എന്താ ഇത്. ഇപ്പൊ ആയിഷ പറയണത് ടീച്ചർക്ക് എന്തൊക്കെയോ ദുരാത്മാക്കളുടെ ശല്യം ഉണ്ടാകാൻ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ടീച്ചറുടെ സേഫ്റ്റിക്കായിട്ട് ഇത് കയ്യിൽ വെച്ചു എന്ന് പറയണത്. എന്ന് ടീച്ചർ പറയണ എനിക്കിതിലൊന്നും യാതൊരു വിശ്വാസവും ഇല്ല, അതുകൊണ്ട് എനിക്ക് ഈ ഏലസ് വേണ്ടാന്ന് തന്നെ ടീച്ചർ പറയുന്നുണ്ട്. പക്ഷെ എന്തിനാണെന്നറിയില്ല ഐഷ വല്ലാത്തൊരു രീതിയിൽ തന്നെ ടീച്ചർ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അന്നേ ദിവസവും രാത്രി ആവാനായിട്ടുണ്ട്. രാത്രി ആവുന്നതിന് മുന്നേ തന്നെ എല്ലാ അമ്മമാരും അതുപോലെ തന്നെ അച്ഛന്മാരും കുട്ടികളെ വീട്ടിന്റെ ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോവാണ്. എന്തായാലും കുട്ടികളല്ലേ കളിക്കുമല്ലോ, അവർക്ക് വലിയ ശ്രദ്ധയും കാര്യങ്ങളും ഉണ്ടാവില്ലല്ലോ. എന്നാ ഇവർക്കറിയാം 2 ദിവസമായിട്ട് 2 പേരെ കാണാതായത്. എന്നാൽ നമ്മുടെ ആയിഷ മാത്രം ഈ സന്ധ്യാസമയത്ത് ഈ സൈക്കിൾ എടുത്തുകൊണ്ട് നേരെ പുറത്തേക്ക് പോവാണ്. അപ്പൊ അവളുടെ അച്ഛൻ അബ്ബ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ നീ എങ്ങോട്ടാ ഈ സമയത്ത് പോകുന്നത്? ഒന്നുമില്ല അച്ഛാ, ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്, പോയിട്ട് വേഗം വരാന്ന് പറയണം. അതായത് അബ്ബ പറഞ്ഞിട്ടും ആയിഷ നിന്നില്ല കേട്ടോ. അവള് നേരെ പോവാണ്. പോകുന്ന വഴിയിൽ ഒരു ചെറിയ വലിയ ആളൊന്നും ഇല്ലാത്തൊരു ഭാഗത്തായിട്ട് റോഡിൽ തന്നെ ഇരിക്കുന്ന ആദിയെ കാണുകയാണ്. അവളിപ്പോ പതിയെ ആദിയുടെ അടുത്തേക്ക് ചെല്ലുന്നിട്ട് ഇതേ സമയത്ത് തന്നെ പള്ളിയിൽ കാണിക്കുകയാണ്. പള്ളിയിൽ ഇപ്പോൾ എന്താ പറയാ സമയമായപ്പോൾ ആ ഒരു മണി മുഴക്കാൻ വേണ്ടി മുട്ടാൻ നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്നും ചോരയോ അങ്ങനെ എന്തോന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ഇതെന്താണെന്ന് നോക്കാൻ വേണ്ടി അവിടുത്തെ ആള് അതിന്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ കാണാതായി എന്ന് പറയുന്ന ആ ഒരു ചെറിയ പയ്യനുണ്ടല്ലോ അവന്റെ മൃതദേഹം നിറയെ ചോരയുമായിട്ട് അതിന്റെ ഉള്ളിൽ ആരും ഒരാൾ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ഇത് കണ്ട് പള്ളിയിൽ ജോലി ചെയ്യാൻ വന്ന ആള് ആകെ ഞെട്ടി തരിച്ചു വീണു പോവാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ആദിയുടെ അടുത്തേക്ക് ഐഷ പോയല്ലോ. അപ്പൊ ആദ്യം നോക്കുകയാണെങ്കിൽ വല്ലാത്തൊരു രൂപം അവന്റെ ദേഹത്തേക്ക് ആകെ ചോര പോലെ എന്തോ ആടിനെയോ അല്ലെങ്കിൽ കോഴി അങ്ങനെ എന്തിനും ഒന്ന് കൊന്നിട്ട് ആ രക്തം മുഴുവനാണ് ആദ്യം ഇപ്പൊ അവന്റെ ദേഹത്ത് ആക്കി വെച്ചത്. മാത്രമല്ല അവന്റെ കയ്യിൽ ഒരു അരിവാളുണ്ടായിരുന്നു. അത് വെച്ച് ഇപ്പൊ നമ്മുടെ ആയിഷയെ വെട്ടാനായിട്ട് അവളുടെ പിന്നാലെ അവൻ വരുന്നുണ്ട്. ആയിഷയാണെങ്കിൽ പേടിച്ചോടുകയാണ്. ഈ ഓടുന്ന ഓട്ടത്തില് അവൾ അവിടെ ഒരു വീട് കാണുന്നുണ്ട്. അപ്പൊ ജീവൻ രക്ഷിക്കാനായിട്ട് അവൾ ആ വീടിന്റെ ഉള്ളിലേക്ക് ഓടി കയറിയിട്ട് അവളുടെ സ്ത്രീയോട് സഹായം ചോദിക്കണം. ഇവർ പെട്ടെന്ന് തന്നെ വാതിൽ ഭയങ്കര ഭദ്രമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. എന്നാൽ ഇവരുടെ പിന്നാലെ വന്ന ആദ്യം ഉണ്ടല്ലോ അരിവാള് വെച്ച് ആ ഒരു വാതിൽ വെട്ടി പൊളിക്കുകയാണ്. നമ്മുടെ ആയിഷയുടെ അടുത്തേക്ക് വന്ന് അവളെ വെട്ടാൻ നിൽക്കുമ്പോൾ പിറകിൽ നിന്നും ആരും ഒരാൾ ഈ ആദ്യം അടിക്കുകയാണ്. ചുറ്റുവട്ടത്തുണ്ടായിരുന്ന ആരും ഒരാളാണ് കേട്ടോ. എന്തായാലും ആ അടിയിൽ ആദിയുടെ ബോധം നഷ്ടമാകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആയിഷയെ കാണാനായിട്ട് അവളുടെ ഒപ്പം അബ്ബ അയാൾ അങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ. ഇതേ സമയത്തിന് ഇയാളുടെ കടയുടെ സൈഡിലായിട്ട് തുണിയിൽ പൊതിഞ്ഞ എന്തോ ഒരു സാധനം ഇയാൾ കാണുകയാണ്. പതിയെ ആ
അങ്ങോട്ടേക്ക് ചെന്നിട്ട് അത് തുറന്നു നോക്കിയപ്പോൾ ഇയാൾ അങ്ങ് ഞെട്ടിപ്പോയി. നമ്മുടെ ഹൻസി ഉണ്ടല്ലോ, അവന്റെ ആ ഒരു ബോഡിയായിരുന്നു. നാട്ടുകാരോടൊക്കെ ഈ ഒരു കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആദി അവന്റെ ദേഹത്തും ബാധ കൂടി എന്നുള്ള കാര്യം അറിയാണ്. സോ അവന്റെ ദേഹത്തെ ആ ഒരു ബാധ ഒഴിപ്പിക്കാനായിട്ട് ഒരു മന്ത്രവാദി വരുന്നുണ്ട്. ഒരുപാട് ചടങ്ങുകളും കാര്യങ്ങളും ചെയ്ത് അവസാനം എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ടീച്ചർ അങ്ങോട്ടേക്ക് വരികയാണ്. ആദിയുടെ ഈ ഒരു അവസ്ഥ കണ്ട് ടീച്ചർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും വിഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അവസാനം ആ ഒരു മന്ത്രവാദി അവന്റെ ഉള്ളിൽ ആ ഒരു ആത്മാവിനെ എങ്ങനെയൊക്കെയോ പുറത്തേക്ക് എടുത്തു എന്നാ തോന്നുന്നത്. ഇവിടെ സീൻ കേട്ട ഈ അടുത്ത സീനിൽ ഇടക്കിടക്ക് കാണാറുള്ള ആ ഒരു ഭ്രാന്തനുണ്ടല്ലോ, ഇയാളെ കാണിക്കുകയാണ്. ഇയാളിപ്പോ ഇയാളുടെ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് എന്തൊക്കെയോ പൂജയും കാര്യങ്ങളും എന്തൊക്കെയോ മന്ത്രവാദങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം നമുക്ക് ഇവിടെ വെച്ച് മനസ്സിലാവുന്നുണ്ട്, ഇയാളുടെ ഒരു വിരൽ അത് നഷ്ടമായിട്ടുണ്ട്. അതിനർത്ഥം ഇയാൾ ആരാണ്? കഥയുടെ ആരംഭത്തിൽ 2 കുട്ടികൾ കളിക്കുന്ന സമയത്ത് ഒരു കുട്ടി അവന്റെ ആ ഒരു കളിക്കുന്ന ആ ഒരു കളിപ്പാട്ട് എടുക്കാനായിട്ട് ഒരു കുഴിയുടെ അടുത്തേക്ക് പോയില്ലേ, അവിടെ ഒരു ശവക്കുഴി ഉണ്ടായില്ലേ, അതിലേക്ക് കൈയിട്ടപ്പോൾ അവന്റെ ഒരു വിരൽ നഷ്ടമായില്ലേ, ഉള്ളിൽ നിന്ന് എന്തോ ഒന്ന് വന്ന് അത് വലിച്ചെടുത്ത് മുറിച്ചു കൊണ്ടുപോയില്ലേ. ആ കുട്ടി തന്നെയാണ് ഈ ഒരു ഭ്രാന്തനായിട്ട് നടക്കുന്ന ഇയാള്. ആ കുട്ടിയുടെ പേര് കർത്ത എന്നായിരുന്നു. സോ 30 വർഷങ്ങൾക്ക് മുന്നേ എല്ലാവരും കാണാതായി എന്ന് വിചാരിച്ച ആ കുട്ടി തന്നെയാണ് ഈ ഒരു ഭ്രാന്തൻ. എന്തിനാണെന്ന് അറിയില്ല ഈ കർത്ത, ഇവന്റെ പേര് അങ്ങനെയാട്ടോ. സോ ഇവൻ അവിടെ വെച്ച് എന്തൊക്കെയോ ചില ക്രിയകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് നാട്ടുകാരൊക്കെ കൂടിയിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് വന്ന പോലീസുകാർ നാട്ടുകാരോട് ഒരു കാര്യം പറയുന്നുണ്ട്. അയാൾ പോലീസുകാരനല്ല കേട്ടോ, ഈ നാട്ടിലെ ഒരു സെക്യൂരിറ്റി ഗാർഡാണ്. സോ ഇയാൾ കാണാതായ ആ ഒരു പയ്യനുണ്ടല്ലോ, ശരിക്കും അവന്റെ ദേഹത്ത് ഒരുപാട് രക്തം കണ്ടപ്പോൾ അവൻ മരിച്ചു എന്നാ കരുതിയത്. എന്നാൽ അവൻ മരിച്ചിട്ടൊന്നുമില്ലായിരുന്നു, അവന് ജീവനുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് വൈകുന്നേരം ഈ ഒരു പയ്യൻ കളിക്കുമ്പോൾ ആദ്യം വിളിച്ചു കൊണ്ടുപോയല്ല, അവനെ വിളിച്ചു കൊണ്ടുപോയത് നേരെ ശവപ്പറമ്പിലേക്കാണ്. അങ്ങോട്ടേക്ക് പോയിട്ട് ആദിയുടെ കൂട്ടുകാരൻ ഹൻസി അവന്റെ ആ ഒരു ശവക്കുഴി ഇവനുമായിട്ട് തോണ്ടിയിട്ട് എന്ത് ചെയ്തു എന്നറിയോ? അവർക്ക് അവിടുന്ന് കിട്ടിയ ഒരു മുയലിനെ അറുത്ത് ആ രക്തം മുഴുവനും ഈ ഒരു പയ്യന്റെ ദേഹത്തേക്കാക്കി. അല്ലാതെ ആ പയ്യന്റെ ദേഹത്ത് മുറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമല്ല ആ രക്തം വന്നത്. വെറും ഒരു മുയലിന്റെ രക്തം മാത്രമായിരുന്നു അവന്റെ ദേഹത്ത് ഉണ്ടായിരുന്നത്. സോ അതുകൊണ്ടാണ് അവൻ മരണപ്പെടാതിരുന്നത്. പേടി കാരണം അവന്റെ ആ ഒരു ബോധം നഷ്ടപ്പെട്ടത് മാത്രമാണ്. പിന്നെ അന്ന് തോണ്ടിയെടുത്ത ആ ഹൻസിയുടെ ആ ഒരു ഡെഡ് ബോഡി ഉണ്ടല്ലോ, അത് നേരെ കൊണ്ടുപോയിട്ടത് എവിടെയാണ്? ആശയുടെ വാപ്പയുടെ, അതായത് അബ്ബയുടെ കടയുടെ മുന്നിലും. ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ആദിയുടെ ഉള്ളില് കഠിനമായിട്ടുള്ള എന്തോ ഒരു സാധനമാണ് കയറി കൂടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആദിയുടെ ഉപ്പ പറയാണ്, ഒരു ദിവസം ഞാൻ ആ ഒരു ഭ്രാന്തനെ എന്റെ വീട്ടിന്റെ പുറത്ത് കണ്ടായിരുന്നു. അവൻ എന്തോ ഒന്ന് ഇവിടെ തൂക്കിയിട്ടിരുന്നു. ഇപ്പൊ പോയി നോക്കുമ്പോൾ അതെന്തോ ഒരു ഉറുക്കുന്നൂലും മന്ത്രവാദം ചെയ്ത എന്തോ ഒരു സാധനമാണ്. അപ്പൊ അവനാണ് ഇതിനെല്ലാത്തിനും കാരണം. അവനാണ് എന്റെ മകന്റെ ഉള്ളിലേക്ക് എന്തിനും ഒന്ന് കയറ്റി വിട്ടത്. ഇതും പറഞ്ഞ എല്ലാവരും കൂടെ ആ ഒരു ഭ്രാന്തന്റെ അടുത്തേക്ക്, അതായത് കർത്തയുടെ അടുത്തേക്ക് പോവാണ്. അവൻ ആ ഒരു വീടിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വലിച്ചിടുകയാണ്. നെരിവട്ടിട്ട് പൊട്ടിച്ച് അവൻ അടിച്ചോടിക്കുന്നുണ്ട്. അടുത്ത സീനിൽ ഇപ്പൊ ആശയെ കാണിക്കുകയാണ്. അവള് വല്ലാതെ പേടിച്ച്, ആ പേടി കാരണം പനി വരെ പിടിച്ചിട്ടുണ്ട്. അവളുടെ അടുത്ത് തന്നെ അവളുടെ അച്ഛൻ, അതായത് അബ്ബ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് അബ്ബയോട് ആയിഷ പറയാണ്, നമ്മുടെ മാമൻ, അതായത് ആ ഒരു ഭ്രാന്തനുണ്ടല്ലോ, അയാൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല, അയാൾ ഉപദ്രവിക്കരുത്, വെറുതെ വിടാൻ വേണ്ടി പറയാണ്. എന്നാൽ അബ്ബയും പറയാണ്, ഞാൻ എന്ത് ചെയ്യാനാ മോളെ, ഇങ്ങനെ ഓരോരുത്തർ കാണുമ്പോൾ എങ്ങനെയാ വിശ്വസിക്കാതിരിക്കുക? അയാൾ അങ്ങനെ ഒരു കാര്യം കെട്ടി തൂക്കിയിട്ടുണ്ടെങ്കിൽ അയാൾക്കും അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു പങ്ക് ഉണ്ടാവുമല്ലോ. ഇതേ സമയത്തിന് അങ്ങോട്ടേക്ക് ആ ഒരു ടീച്ചർ വരികയാണ്. ടീച്ചറെ കണ്ട സമയത്ത് തന്നെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ആയിഷയുടെ മുഖത്തൊരു മരണ ഭയം വരുന്നുണ്ട്. ഇപ്പൊ ടീച്ചർ പറയുന്നത്, ഞാൻ ആയിഷയുമായിട്ടൊന്ന് സംസാരിച്ചോട്ടെ, നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്കുമോ? അതിനെന്താ ടീച്ചറെ നിങ്ങൾ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അബ്ബ പുറത്തേക്ക് പോവാണ്. ഇപ്പൊ ടീച്ചർ അവളെ നോക്കിയിട്ട് ആ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട്. മാത്രമല്ല ആ ഒരു ഭ്രാന്ത് നിന്റെ കയ്യിൽ എന്തെങ്കിലും തന്നായിരുന്നു എന്ന് ഐഷയോട് ഇപ്പൊ ടീച്ചർ ചോദിക്കുകയാണ്. ഐഷയുടെ കയ്യിൽ ശരിക്കും ആ ഭ്രാന്തനല്ല കേട്ടോ, കർത്ത ആ ഒരു ഏലസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ടീച്ചർ അങ്ങനെ ചോദിച്ചപ്പോൾ അത് നിലവിൽ അവളുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിൽ ഇറുക്കി പിടിക്കാൻ ആയിഷ. എന്നിട്ട് ആ ഒരു ഭയത്തോട് കൂടിയിട്ടാണ് ഇപ്പൊ ടീച്ചറെ നോക്കുന്നത്. ഇവിടെ വെച്ചാണ് ആയിഷ മനസ്സിലാക്കിയ ഒരു രഹസ്യം നമ്മൾക്കും കാണിച്ചു തരുന്നത്. അതായത് അന്ന് സ്കൂളിൽ വെച്ച് പെട്ടെന്ന് ആദ്യം കാണാതായല്ലോ, അവന് തേടി പോകുന്ന സമയത്ത് അവളുടെ മുന്നിലേക്ക് പെട്ടെന്ന് ഈ കർത്ത, അതായത് ഈ ഭ്രാന്തനായിട്ടുള്ള ആൾ വന്ന് ചാടിയല്ലോ. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് കാണിച്ചില്ല. എല്ലാവരെയും പോലെ ഈ കർത്തയെ കാണുമ്പോൾ നമ്മുടെ ആയിഷയ്ക്ക് വലിയ ഭയമൊന്നും തോന്നാറില്ലായിരുന്നു. അയാൾക്കിടക്ക് ഭക്ഷണം വരെ കൊണ്ടേ കൊടുക്കാറുണ്ട്. അപ്പൊ അവളെയും കൂട്ടിക്കൊണ്ട് ഈ മാമനുണ്ടല്ലോ കർത്ത, അയാളുടെ ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് അവളോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ സാധാരണ ഒരാളല്ല. ഇപ്പൊ പുതുതായിട്ട് വന്ന ആ ഒരു ടീച്ചർ ഉണ്ടല്ലോ, അവളാണ്. അവള് എന്ന് വെച്ചാൽ നമ്മുടെ ടീച്ചർ ഉണ്ടല്ലോ, ടീച്ചറുടെ ഉള്ളിലുള്ള വളരെ ശക്തിയായിട്ടുള്ള ഒരു പൈശാചികമായിട്ടുള്ള ചിഹ്നം. എനിക്ക് ആ ഒരു കാര്യത്തിൽ നല്ല സംശയമുണ്ട്. ചെറിയ പ്രായത്തിൽ ഞാൻ കളിക്കുമ്പോൾ ഒരു ശവക്കല്ലറയുടെ അടുത്ത് വെച്ച് എന്റെ വിരല് ഒരു പിശാച് കടിച്ചു മുറിച്ചെടുത്തായിരുന്നു. ആ പിശാച് തന്നെയാണോ ഇത് എന്ന് നല്ല സംശയമുണ്ട് എനിക്ക്. അപ്പൊ അത് നമുക്ക് തെളിയിക്കാൻ വേണ്ടി, കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ തരുന്ന ഈ ഏലസ് ഉണ്ടല്ലോ, അത് നീ ടീച്ചറുടെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്കപ്പം മനസ്സിലാക്കാൻ പറ്റും നിന്റെ ടീച്ചർ അതൊരു പിശാചാണോ എന്ന്. എന്തായാലും അന്ന് ആ ഒരു മാമൻ പറഞ്ഞതുപോലെ ഈ ഒരു ഏലസ് ടീച്ചറുടെ കയ്യിൽ കൊടുക്കാൻ നോക്കിയെങ്കിലും അവരൊന്നും മേടിച്ചില്ലല്ലോ, തട്ടിക്കളയാ ചെയ്തത്. അതിന്റെ കാരണം ഇത് തന്നെയായിരുന്നു കേട്ടോ. ഇപ്പൊ എന്തായാലും ആയിഷയ്ക്ക് കൺഫേം ആയി, മുന്നിൽ വന്ന് നിൽക്കുന്ന ആ ഒരു ടീച്ചർ അതൊരു പിശാച് തന്നെയാണെന്ന്. ഇപ്പൊ പതിയെ വല്ലാത്തൊരു ചിരിയും ചിരിച്ച് അവളുടെ അടുത്തേക്ക് ആ ഒരു പിശാച് അങ്ങനെ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് അവളോട് പറയാണ്, എല്ലാ രഹസ്യവും നീ മനസ്സിലാക്കിയല്ലേ? ഓ, നിന്റെ മാമൻ തന്ന ഏലസ് അതിപ്പോ നിന്റെ കയ്യിലുണ്ടല്ലേ? അതിപ്പോ ഈ ഒരു പിശാച് തട്ടിപ്പറിച്ച് മേടിക്കാണ്. എന്നാൽ അതിന് പ്രത്യേകിച്ച് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല, വരുന്നുമില്ല. കാരണം മാമൻ ഉണ്ടാക്കിയ, അതായത് കറുത്തുണ്ടാക്കിയ ആ ഒരു ഏലസിനൊന്നും അത്ര വലിയ പവറോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതേ സമയത്തിന് ആ മുറിയുടെ ഒരു മൂലയിലായിട്ട് മരിച്ചുപോയ ആ ഒരു പഴയ ടീച്ചർ ഉണ്ടല്ലോ, ആ ടീച്ചറുടെ ആത്മാവ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പൊ അതിനെ നോക്കിയിട്ട് ഈ ഒരു പിശാച് പറയാണ്, നിന്റെ ടീച്ചർ ഉണ്ടല്ലോ മരിച്ചതിന് ശേഷം നിന്നെ സംരക്ഷിക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എന്റെ ശക്തി
ശക്തിയുടെ മുന്നിൽ അതിനെയും കവച്ച് വെച്ചുകൊണ്ട് അവൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം, ആയിഷ എനിക്ക് നിന്നെ കണ്ടപാടിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാധാരണ കുട്ടിയെ പോലെ അല്ല നീ, നിനക്ക് നല്ല ചുറുചുറുക്കുണ്ട്. പിന്നെ വേറൊരു കാര്യം, നീ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ നിന്റെ ഉള്ളിൽ തന്നെ വെക്കുകയാണെങ്കിൽ നിനക്കൊരു കുഴപ്പവും സംഭവിക്കില്ല. ഇനി അതല്ല, എല്ലാ രഹസ്യങ്ങളും എല്ലാവരോടും നീ പറയാൻ പോവുകയാണെങ്കിൽ നിന്റെ കൂട്ടുകാർക്ക് എന്തൊക്കെയാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണോ സംഭവിച്ചത്, അത് നിനക്കും വരുന്നു പറയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഹൻസി ഉണ്ടല്ലോ, അവൻ അന്ന് ആ ഒരു റൂമിൽ പൂട്ടിയിട്ട സമയത്ത് അവസാനം ടീച്ചർ വന്നിട്ട് ചോദിച്ചല്ലോ അവൻ എന്തൊക്കെ പറഞ്ഞു എന്നൊക്കെ. ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ അതിന്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ടീച്ചർ കയറി ചെന്നല്ലോ. എന്നാൽ ടീച്ചർ അല്ലല്ലോ, ഒരു പിശാചല്ലേ. പിശാച് എന്ന് അവന്റെ ചെവിയിൽ പറഞ്ഞതാണ് നീ തൂങ്ങിച്ചത്തേക്ക് എന്ന്. ഇതും പറഞ്ഞ് ഈ ഒരു പിശാച് പുറത്തേക്ക് വരുന്ന സമയത്താണ് നമ്മുടെ ഹൻസി അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആദ്യം ഇതുപോലെ ബാധ കയറിയിട്ട് അവൻ വല്ലാതെ കിടന്ന് ബുദ്ധിമുട്ടുമ്പോൾ ടീച്ചർ അങ്ങോട്ടേക്ക് വന്നിട്ട് ഭയങ്കര സങ്കടപ്പെട്ട് കരഞ്ഞിരുന്നല്ലോ. എന്നാൽ എല്ലാവരും കാണിക്കെ പിറകിൽ നിന്ന് നോക്കുമ്പോൾ ടീച്ചർ കരയായിരുന്നു. എന്നാൽ ടീച്ചർ യഥാർത്ഥത്തിൽ ചിരിക്കുകയായിരുന്നു. ടീച്ചറല്ല, അതൊരു പിശാചാണ്. അതുപോലെ ആ ഒരു കർത്തയുണ്ടല്ലോ, അവനാണ് എല്ലാം ചെയ്യുന്നത് എന്ന് കരുതിയിട്ട് എല്ലാ നാട്ടുകാരും അവനെ പൊതിരെ തല്ലുന്ന സമയത്ത് അതും നോക്കി ഈ ഒരു ടീച്ചർ ചിരിക്കുകയായിരുന്നു. കാരണം ഇത് ടീച്ചറല്ല, പിശാചാണ്. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ ആയിഷയോട് പറഞ്ഞ സമയത്ത് ആയിഷനോട് ഒരു കാര്യം കൂടെ വാൺ ചെയ്ത് പറയുന്നുണ്ട് ഈ പിശാച്. ഒരു കാര്യം, ഒരു രഹസ്യം ആരും അറിയാൻ പാടില്ല, അറിഞ്ഞാൽ അതും പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു പിശാച് അവിടുന്ന് പോകുന്നത്. പിന്നെ വേറൊരു കാര്യം, നിന്റെ മാമനുണ്ടല്ലോ, അവന്റെ ആ ഒരു വിരല് അവന്റെ ചെറിയ പ്രായത്തിൽ കടിച്ചു മുറിച്ചെടുത്ത് തിന്ന സമയത്തുണ്ടല്ലോ എന്തൊരു രുചിയായിരുന്നു. ഇതും പറഞ്ഞ ആ ഒരു പിശാച് പോയ സമയത്ത് തന്നെ നമ്മുടെ ആയിഷയ്ക്ക് ഏകദേശം കാര്യങ്ങൾ കൺഫേം ആയി. മാമൻ പറഞ്ഞതുപോലെ തന്നെ മാമന്റെ വിരല് ചെറുപ്പത്തിൽ കടിച്ചെടുത്ത് തിന്ന ആ ഒരു ശവക്കല്ലറയുടെ ഉള്ളിൽ നിന്ന് വന്ന ആ ഒരു പിശാച് അത് ഇത് തന്നെയാണ്. പക്ഷെ അതിനെങ്ങനെയാണ് ആ ഒരു സ്ത്രീയുടെ രൂപം കിട്ടിയത്? അതിന്റെ പിന്നിലും ഒരു കഥയുണ്ട്. എന്തായാലും ഇപ്പൊ ഈ ഒരു മാമനെ, അതായത് കർത്തയെ എല്ലാവരും അടിച്ചു കൂട്ടി ഒരു റൂമിന്റെ ഉള്ളിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് പോയി ആയിഷ മാമന്റെ ആ ഒരു കെട്ടുകളെ കഴിച്ചു കൊടുക്കുന്നുണ്ട്, മാമനോട് കാര്യങ്ങളൊക്കെ പറയാണ്. എന്നാൽ ചെറുപ്പത്തിൽ നടന്ന ആ ഒരു പേടിപ്പിക്കുന്ന സംഭവം ഇയാളുടെ സമനില തെറ്റിച്ചിട്ടുണ്ടായിരുന്നു. അത് കേട്ട സമയത്ത് ഇയാൾ ആകെ കിടന്ന് വിറക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ അതിനിടയിൽ ആയിഷ പറയുന്നുണ്ട്, മാമ നിങ്ങൾ എങ്ങനെയെങ്കിലും പോയിട്ട് ആ ഒരു പിശാചിനെ ഇല്ലാതാക്കണം, തടുക്കണം, അല്ലെങ്കിൽ ആദിയുടെ ജീവനും അത് ആപത്തായി മാറും, എങ്ങനെയെങ്കിലും പോയിട്ട് രക്ഷിക്കുകയെന്ന് പറയുന്നുണ്ട്. ഇതേ സമയത്തിന് ആദിയുടെ വീട്ടിൽ കാണിക്കുകയാണ്. ഇപ്പൊ അവന് നോക്കാനായിട്ട് അവന്റെ മുറിയിലേക്ക് അവന്റെ അച്ഛൻ വന്ന് നോക്കുമ്പോൾ അവനൊരു മൂലക്ക് അങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നാൽ തല തിരിച്ചായിരിക്കുന്ന കേട്ടോ. അവന്റെ കണ്ണുകളിലെ മാറ്റൊന്നും അവന്റെ അച്ഛൻ കാണുന്നില്ല. ഇപ്പൊ പ്രാർത്ഥിക്കാനായിട്ട് ഒരു ഇച്ചിരി നേരം വാടാന്ന് വിളിക്കുമ്പോൾ അവൻ വരുന്നില്ല കേട്ടോ. ഒരേ ഇരുത്തം തന്നെ. എന്നാ പിന്നെ അവിടെ ഇരുന്നോന്ന് പറഞ്ഞിട്ട് അവന്റെ അച്ഛൻ പുറത്തേക്ക് പോയി അതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ആയിഷ വരിക. ആയിഷ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്, ആദിയുടെ ജീവൻ ആപത്തുണ്ട്, ഒരു കാരണവശാലും അവനെ പുറത്തേക്ക് വിടാൻ പാടില്ലെന്ന്. ആകെ ഭയന്ന് ഇപ്പൊ ആദിയുടെ അച്ഛൻ ഉള്ളിലേക്ക് വന്ന് നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ഇപ്പൊ നിലവിൽ ആദിയില്ല, അവൻ എങ്ങോട്ടോ പോയിട്ടുണ്ട്. ഇതേ സമയത്തിന് കർത്തയെ നോക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ ഒരു ജിന്നിനെ ഇല്ലാതാക്കാനായിട്ട് നേരെ ടീച്ചറുടെ വീട്ടിലേക്ക് പോകണം. കാരണം ടീച്ചർ തന്നെയാണ് ആ ഒരു ജിന്ന്, അല്ലെങ്കിൽ പിശാചി എന്ന് പറയാം. ഇപ്പൊ ആ ഒരു വീടിന്റെ അടുത്തേക്ക് വന്നിട്ട് ജനലിലൂടെ അവൻ നോക്കുന്ന സമയത്ത് ആ സ്ത്രീയെ അല്ലെങ്കിൽ ആ ഒരു ടീച്ചറിനെ അല്ല കാണുന്നത്, പകരം അവരുടെ ഉള്ളിൽ കയറിയിരിക്കുന്ന ആ ഒരു ജിന്ന്, ആ പിശാച്, അതിനെയാ കാണുന്നത്. അതിന്റെ ആ ഒരു രൂപം തന്നെ വല്ലാത്ത രൂപമായിരുന്നു. വളരെയധികം വാർദ്ധക്യം, അത് വന്നതുപോലെയുള്ള ശരീരവും വെളുത്ത മുടിയും വൃത്തികെട്ട ആ ഒരു മുഖവൊക്കെയായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു രൂപം. ഇപ്പൊ ആ ഒരു പിശാച് ഇങ്ങോട്ടേക്ക് വന്ന കർത്തയെ കാണുകയാണ്. കർത്തയുടെ അടുത്തേക്ക് പതിയെ പോകുന്നുണ്ട് അതിന്റെ ആ യഥാർത്ഥ രൂപത്തിൽ. എന്നിട്ട് വന്നിട്ട് അവനോട് പറയാണ്, ചെറിയ പ്രായത്തിൽ നിന്റെ ആ ഒരു വിരൽ കടിച്ചു മുറിച്ച് തിന്നപ്പോ എന്തൊരു രുചിയായിരുന്നു എന്ന്. എനിക്ക് അബദ്ധം പറ്റിപ്പോയി, നിന്റെ വിരൽ മാത്രമല്ല നിന്റെ തലയും കടിച്ചു മുറിച്ച് തിന്നണായിരുന്നു. അതുപോലെ തന്നെ കർത്ത, നിനക്ക് എന്നെ മനസ്സിലായില്ലേ, ഞാൻ ആരാണെന്ന് ശരിക്കും ഒന്ന് സൂക്ഷിച്ചു നോക്കി. നിന്റെ ആ ഒരു കളിക്കൂട്ടുകാരി ഉണ്ടല്ലോ, അന്ന് നമ്മൾ 3 പേര് ഒരുമിച്ചിരുന്ന് അവിടെ നിന്ന് കളിച്ചത്. ഇവിടെ വെച്ചാണ് മറ്റൊരു ട്വിസ്റ്റ് നമ്മളെ കാണിക്കുന്നത്. അതായത് കഥയുടെ ആരംഭത്തിൽ കളിച്ച ആ ഒരു 3 പിള്ളേരുണ്ടല്ലോ, 2 ആൺകുട്ടികൾ, ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി ഈ രാത്രി ആയപ്പോൾ പേടിയായപ്പോൾ അവിടുന്ന് പോയല്ലോ. എന്നാൽ പോകുന്ന വഴിയിൽ എന്തോ ഒരു പാട്ട് കേട്ട് അവളെ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്തോ ഒന്ന് അവൾ ആക്രമിച്ചില്ലേ. നമ്മൾ കരുതിയത് അവൾ മരണപ്പെട്ടു പോയി എന്നാണ്. എന്നാൽ അവളുടെ ഉള്ളിലേക്ക് ഈ ഒരു പിശാച് വന്ന് കയറുകയായിരുന്നു. നോർമലായിട്ട് ആ ഒരു പെൺകുട്ടി പിന്നീട് ബിഹേവ് ചെയ്യാനും തുടങ്ങി. അവൾ എന്തായാലും ആ ഒരു നാട്ടിൽ നിന്ന് പോയി മറ്റൊരു നാട്ടിൽ വെച്ചാണ് അവൾ വളർന്നത്. എന്നാൽ അവളുടെ ഉള്ളിൽ ശരിക്കും ആ ഒരു പിശാചായിരുന്നു. ആ പിശാചിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്ന് വെച്ചാൽ പിഞ്ചു കുഞ്ഞുങ്ങൾ, പിന്നെ സാധാരണ കുട്ടികൾ, ഇവരെല്ലാം തട്ടിക്കൊണ്ടുപോയിട്ട് അവരെ ഭക്ഷിക്കലാണ്. ആ ഒരു ചോരക്കൊതി കൊണ്ടാണ് ഈ പിശാച് കല്ലറയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നത്. എല്ലാ രഹസ്യവും മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു മാമൻ, അതായത് കർത്ത തന്നെ ആ ഒരു ജിന്നിനെ, പിശാചിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ആ പിശാച് അതിന്റെ ആ ഒരു കഴിവ് ഉപയോഗിച്ചുകൊണ്ട് കർത്തയെ തെറിപ്പിച്ച് കളയുന്നുണ്ട് കേട്ടോ. ഇത് മറ്റെന്തോ ചെയ്യാനായിട്ട് എവിടുന്ന് പോവാണ്. ഇത് മനസ്സിലാക്കിയ കർത്തയാണെങ്കിൽ ഇതെല്ലാം തുടങ്ങിയത് എവിടുന്നാണോ അവിടെ വെച്ചേനെ ഇതിനെ മുഴുവൻ തീർക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാനിൽ നിറയെ പെട്രോളുമായിട്ട് നേരെ ആ ഒരു ശവപ്പറമ്പുണ്ടല്ലോ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അവിടെ ഉണ്ടെന്ന് ആ ഒരു കല്ലറയുടെ ഉള്ളിൽ വെച്ചാണല്ലോ കർത്തക്ക് ആദ്യമായിട്ട് ഒരു ഉപദ്രവം ഉണ്ടായതും അവന്റെ വിരൽ പോയതും. എല്ലാത്തിനും തുടക്കം എവിടെയാണെങ്കിൽ എല്ലാത്തിനുള്ള സൊല്യൂഷനും ഇവിടെ തന്നെ ഉണ്ടാവും. കൊണ്ടുവന്ന ആ ഒരു പെട്രോൾ ആ ഒരു ഹോളിലേക്ക്, ഈ കല്ലറയുടെ മുകളിലേക്ക്, എല്ലായിടത്തും ഇപ്പോ കർത്ത ഒഴിച്ചു നടക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആദ്യമാണെങ്കിൽ സ്വബോധമില്ലാതെ അവന്റെ കൺട്രോൾ ഇപ്പൊ ആ ഒരു പിശാചിന്റെ കയ്യിലേക്കാണ്. അവനെ കൊല്ലാനായിട്ട് അല്ലെങ്കിൽ അവന്റെ ആ ഒരു രക്തം കുടിക്കാനായിട്ട് ഈ ഒരു പിശാച് അവനെ ഇപ്പോ ഒരു തോടരികിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പതിയെ അവനെ വശീകരിച്ചുകൊണ്ട് ആ ഒരു വെള്ളത്തിലേക്ക് ഇറക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ കർത്തയാണെങ്കിൽ ആ ഒരു പിശാച് അതിന്റെ ആ ഒരു ശവക്കല്ലറ ഉണ്ടല്ലോ അതിലേക്ക് പൂർണ്ണമായിട്ടും പെട്രോൾ ഒഴിച്ചു കഴിഞ്ഞു. ഇനി തീ കൊടുത്താൽ മതി. തീ കൊടുക്കാൻ നിൽക്കുമ്പോൾ ഒരു കുട്ടിയുടെ ആത്മാവ് വരികയാണ്. അങ്ങനെ ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ
അവൻ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുകയാണ്. എന്നിട്ടും പിന്തിരിയാതിരുന്നപ്പോൾ കത്തയുടെ മുന്നിലേക്ക് അവന്റെ ചെറിയ പ്രായത്തിലെ കൂട്ടുകാരനുണ്ടല്ലോ, അവന്റെ ആ ഒരു രൂപത്തിൽ വന്നിട്ട് ഡാ നീ എന്താ ഇവിടെ ചെയ്യുന്നത്, എന്റെ കൂടെ കളിക്കാൻ വാന്ന് വിളിച്ചിട്ട് അവനെ ഡൈവേർട്ട് ചെയ്യാൻ നോക്കുകയാണ്. എന്നാൽ ആ ഒരു വശീകരണത്തിൽ അവൻ പെട്ടുപോയി എന്നുള്ള രീതിയിൽ അവൻ ഇങ്ങനെ അഭിനയിച്ചിട്ട് എന്താക്കി, നൈസായിട്ട് കയ്യിലുണ്ടായിരുന്ന തീപ്പെട്ടി വരച്ച് ഈ കല്ലറയുടെ ഉള്ളിലേക്ക് ഇടുകയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിൽ ആ ഒരു തീ പടരുന്നുണ്ട്. പതിയെ പതിയെ ഈ ഒരു പിശാചിന്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതേ സമയത്തിന് വെള്ളത്തിലേക്ക് ഇറക്കിയിട്ട് ആദ്യം ഈ ഒരു പിശാച് വശീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, അതിൽ നിന്നും ആ ഒരു ശക്തിയിൽ നിന്നും ഇപ്പൊ ആ ഒരു പിശാച് പിന്തിരിയാണ്. പയ്യെ 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 അത് ഇവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് അങ്ങോട്ടേക്ക് എത്തിയ നമ്മുടെ ആയിഷയാണെങ്കിൽ ബോധമില്ലാതെ കിടക്കുന്ന സ്വബോധമില്ലാത്ത ആദ്യം രക്ഷപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ആ നാട്ടിലെ ആ ഒരു പ്രശ്നങ്ങൾ ഈയിടെയായിട്ട് നടക്കുന്നുണ്ടല്ലോ, അതൊക്കെ സോൾവ് ആവുകയാണ് കേട്ടോ. ആ ഒരു ജിന്നിന്റെ പിശാചിന്റെ ശല്യം ഇവിടെ വെച്ച് ഇല്ലാതാവുകയാണ്. കുറച്ച് നാളുകൾ കഴിഞ്ഞു. ഈ നാടല്ല മറ്റൊരു നാട് കാണിക്കുകയാണ്. സന്ധ്യാസമയമാണ്. കളിയെല്ലാം കഴിഞ്ഞ് അവൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് കാടിന്റെ ഒരു ഭാഗത്ത് വെച്ച് എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണ്. ആരോ ഒരാൾ അവനെ വിളിക്കുന്നത് പോലെ. ആ വിളി കേട്ട് അവൻ തിരിഞ്ഞതേ ഓർമ്മയുള്ളൂ. പെട്ടെന്ന് തന്നെ എന്തോന്ന് ആ കാട്ടിലേക്ക് അവനെ വലിച്ചെടുത്ത് കൊണ്ടുപോവാണ്. അതായത് ആ പിശാച് ഇപ്പോഴും ഭൂമിയിൽ തന്നെയുണ്ട്. അതിന്റെ വേട്ടയ്ക്കായിട്ട് മറ്റു നാടുകളിലേക്ക് പോയിരിക്കുകയാണ്. ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. അപ്പോ ഈ കഥ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായ നമ്മുടെ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.